PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ചാനലിലൂടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ ലൈവ് സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. പിന്നെ നമ്മുടെ ടെലഗ്രാമിൽ എല്ലാവരും ജോയിൻ ചെയ്യുക കേട്ടോ. കാരണം നിങ്ങൾ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക് ഏതാണ് എന്നുള്ളത് നമ്മൾ ടെലഗ്രാമിലാണ് മെസ്സേജ് ചെയ്യുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെലഗ്രാമിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള ടോപ്പിക്കിൻ്റെ ക്ലാസ് പിറ്റേ ദിവസം കാലത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യും. ക്ലാസ് കണ്ട് നിങ്ങൾ നോട്ട്സ് തയ്യാറാക്കി പഠിക്കും. അതിനുശേഷം ആ ദിവസം തന്നെ രാത്രി 8 മണിക്ക് നമ്മൾ പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യങ്ങൾ, അതായത് PSC ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള പരീക്ഷകളിൽ ചോദിച്ചതും നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ സിലബസ് പ്രകാരം നടന്നിട്ടുള്ള പരീക്ഷകൾ, ഇപ്പോൾ 10th മെയിൻസ്, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് OAL, LDC പോലുള്ള പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ, ഇതെല്ലാം നമ്മൾ രാത്രി 8 മണിയുടെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ന്യൂ SCRT, കറണ്ട് അഫയേഴ്സ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഇതിൻ്റെ എല്ലാം ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെയും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്താലും നിങ്ങൾക്ക് നമ്മുടെ കൂടെ എത്താൻ വേണ്ടി പറ്റുന്നതാണ്. നല്ലൊരു റാങ്കിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. മാക്സിമം പേരിലോട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സജഷൻസ് ഒക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം ഭരണഘടനയാണ്. നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുള്ള NCERT പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് ഞാനൊരു ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള നോട്ട്സ് ആയിട്ടാണ് ഇത് ക്ലാസ് എടുത്ത് തരുന്നത്. അപ്പോൾ ആവശ്യമുള്ളത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഫുള്ളായിട്ട് NCERT നിങ്ങൾക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണോ ആ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരൊറ്റ വീഡിയോയിലൂടെയാണ് നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ് മുഴുവനായിട്ടും കാണുക. നോട്ട്സ് തയ്യാറാക്കിയിട്ട് ഇതുവരെ നിങ്ങൾ നോട്ട് എഴുതി പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഈ NCERT പാഠഭാഗത്തുള്ള അഡീഷണൽ ആയിട്ട് കിട്ടുന്ന പോയിന്റ്സും കൂടെ നോട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട NCERT പാഠഭാഗങ്ങളാണ്. ആദ്യം തന്നെ ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ചോദ്യം ഉത്തരം എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ആദ്യം പറഞ്ഞു തരാം. അതിനുശേഷം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കാം. ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തത്, ഇത് ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിൽ പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. അതുകൊണ്ട് ആ ചോദ്യങ്ങൾ അങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തത് ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭ. ഞാൻ പെട്ടെന്ന് തന്നെ വായിച്ചു തീർത്ത് പോകുന്നുണ്ട് കേട്ടോ. കുറേ നേരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ചാപ്റ്ററുകളും നമുക്ക് തരാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ കുറച്ച് സ്പീഡിലായിരിക്കും പറയുന്നത്, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരാണ്? സച്ചിദാനന്ദ സിൻഹയാണ് കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. എല്ലാവർക്കും അറിയുന്നതാണ്. ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷനും ആര് തന്നെയാണ്? ഡോക്ടർ BR അംബേദ്കർ തന്നെയാണ്. ഓക്കെ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. ഭരണഘടന എഴുതി തയ്യാറായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയത് എന്ന്? ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയത് 1949 നവംബർ 26-നാണ്. ഡേറ്റ് ഓർത്ത് വെച്ചേക്കുക. 1949 നവംബർ 26-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയത്. ഭരണഘടന നിലവിൽ വരുന്നത് എപ്പോഴാണ്? 1950 ജനുവരി 26-നാണ്. 1950 ജനുവരി 26. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആര്? ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ജവഹർലാൽ നെഹ്റു. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ വരാൻ പാകത്തിനുള്ള ഭാഗങ്ങളാണ് നമുക്ക് മൊത്തം വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ഭരണഘടനയുടെ പ്രധാന ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? ഓക്കെ, ഒരു ഭരണഘടനയുടെ പ്രധാന ധർമ്മങ്ങൾ. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് നിന്നും എങ്ങനെ ചോദ്യം വരാം? താഴെ തന്നിട്ടുള്ളതിൽ ഒരു ഭരണഘടനയുടെ പ്രധാന ധർമ്മങ്ങളിൽ പെടുന്നത് ഏത് അല്ലെങ്കിൽ പെടാത്തത് ഏത് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പ്രസ്താവന തെറ്റാണോ ശരിയാണോ ആ രീതിയിൽ ചോദ്യം വരാം.
അപ്പോൾ ഒരു ഭരണഘടനയുടെ പ്രധാന ധർമ്മങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് അടുത്ത ഭാഗം വരുന്നത്. ഭരണഘടന ഏകോപനവും ഉറപ്പു നൽകുന്നു. ഓക്കെ, ഭരണഘടന ഏകോപനവും ഉറപ്പു നൽകുന്നു. അതായത് ഒരു സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ ഏകോപനവും ഉറപ്പ് അനുവദിക്കുന്ന ഒരു കൂട്ടം അടിസ്ഥാന നിയമങ്ങൾ നൽകുക എന്നതാണ് ഭരണഘടനയുടെ ആദ്യ ധർമ്മം. ഭരണഘടന എല്ലാ അംഗങ്ങൾക്കും ഒരേ നിയമങ്ങൾ നടപ്പിലാക്കാമെന്നും ആ നിയമങ്ങൾ അനുസരിക്കുവാൻ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഒരേപോലെ ഉത്തരവാദിത്വമുണ്ടെന്നും ഭരണഘടന ഉറപ്പു നൽകുന്നു. അപ്പോൾ ഭരണഘടനയുടെ പ്രധാന ധർമ്മങ്ങൾ എന്തെല്ലാം എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. അതിൻ്റെ പോയിന്റ്സ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. എന്തൊക്കെയാണ്? ഭരണഘടന ഏകോപനവും ഉറപ്പു നൽകുന്നു. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ ജസ്റ്റ് ഇപ്പോൾ വായിച്ചു. അടുത്ത പോയിന്റ്, തീരുമാനമെടുക്കുന്നതിനുള്ള അധികാരം വ്യക്തമാക്കൽ. അപ്പോൾ ഈ പോയിന്റ്സ് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. അതാണ് നമുക്ക് പ്രസ്താവനയുടെ രീതിയിൽ വരാൻ ചാൻസ് ഉള്ളത്. ഭരണഘടന ഏകോപനവും ഉറപ്പു നൽകുന്നു, തീരുമാനമെടുക്കുന്നതിനുള്ള അധികാരം വ്യക്തമാക്കൽ, ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കൽ, അതുപോലെ ഒരു സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും. ഓക്കെ, അടുത്തത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടെ കൺക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ നോട്ട്സ് തരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ പഠിച്ചാൽ മതിയാവും കേട്ടോ ഈ ഭാഗത്ത് നിന്ന്. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു ഭരണഘടനയുടെ പ്രധാന ധർമ്മങ്ങൾ എന്തെല്ലാമാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ചോദ്യം വരാം, എന്താണ്? നമുക്ക് കുറച്ച് പോയിന്റ്സ് തന്നിട്ട് താഴെ തന്നിട്ടുള്ളതിൽ ഒരു ഭരണഘടനയുടെ പ്രധാന ധർമ്മങ്ങളിൽ പെടുന്നത് ഏത്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധമില്ലാത്തത് ഏത്, ആ രീതിയിലൊക്കെ നമുക്ക് ചോദ്യം കിട്ടാവുന്ന ഏരിയയാണ്. അപ്പോൾ നോക്കുക എന്തൊക്കെയാണ് ഭരണഘടനയുടെ പ്രധാന ധർമ്മങ്ങൾ. ആദ്യം നമുക്ക് പോയിന്റ്സ് പറയാം, അതിനുശേഷം ഒന്ന് എക്സ്പ്ലനേഷൻ വായിച്ചു പോവാം. ഭരണഘടന ഏകോപനവും ഉറപ്പു നൽകുന്നു. ഓക്കെ, ഭരണഘടന ഏകോപനവും ഉറപ്പു നൽകുന്നു, തീരുമാനമെടുക്കുന്നതിനുള്ള അധികാരം വ്യക്തമാക്കൽ, ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കൽ, ഒരു സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും, ജനതയുടെ മൗലിക വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുന്നു. അപ്പോൾ 5 കാര്യങ്ങളാണ് വരുന്നത് ഒരു ഭരണഘടനയുടെ പ്രധാന ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 5 കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതും കൂടെ നമുക്ക് നോക്കാം. ഭരണഘടന ഏകോപനവും ഉറപ്പു നൽകുന്നു എന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ ഏകോപനവും ഉറപ്പു അനുവദിക്കുന്ന ഒരു കൂട്ടം അടിസ്ഥാന നിയമങ്ങൾ നൽകുക എന്നതാണ് ഭരണഘടനയുടെ ആദ്യ ധർമ്മം. ഭരണഘടന എല്ലാ അംഗങ്ങൾക്കും ഒരേ നിയമങ്ങൾ നടപ്പിലാക്കുമെന്നും ആ നിയമങ്ങൾ അനുസരിക്കുവാൻ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഒരേപോലെ ഉത്തരവാദിത്വമുണ്ടെന്നും ഭരണഘടന ഉറപ്പു നൽകുന്നു. അതാണ് ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നു എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ ഏകോപനവും ഉറപ്പും അനുവദിക്കുന്ന ഒരു കൂട്ടം അടിസ്ഥാന നിയമങ്ങൾ നൽകുക എന്നതാണ് ഭരണഘടനയുടെ ആദ്യ ധർമ്മം. ഭരണഘടന എല്ലാ അംഗങ്ങൾക്കും ഒരേ നിയമങ്ങൾ നടപ്പിലാക്കാമെന്നും ആ നിയമങ്ങൾ അനുസരിക്കുവാൻ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഒരേപോലെ ഉത്തരവാദിത്വമുണ്ടെന്നും ഭരണഘടന ഉറപ്പു നൽകുന്നു. ഇനി രണ്ടാമത്തേത് എന്താണ് ധർമ്മം? തീരുമാനമെടുക്കുന്നതിനുള്ള അധികാരം വ്യക്തമാക്കൽ. ഓക്കെ, തീരുമാനമെടുക്കുന്നതിനുള്ള അധികാരം വ്യക്തമാക്കൽ. ഒരു രാജ്യത്തിൽ തീരുമാനമെടുക്കാൻ ആർക്കാണ് അധികാരമുള്ളത് എന്ന് വ്യക്തമാക്കുക എന്നതാണ് ഭരണഘടനയുടെ രണ്ടാമത്തെ ധർമ്മം. അപ്പോൾ എന്താണ്? ഒരു രാജ്യത്തിൽ തീരുമാനമെടുക്കാൻ ആർക്കാണ് അധികാരമുള്ളത് എന്ന് വ്യക്തമാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ധർമ്മം. സർക്കാരിന്റെ വിവിധ വിഭാഗങ്ങളുടെ അധികാരങ്ങൾ ഭരണഘടനയിൽ വ്യക്തമായി നിർവചിക്കപ്പെട്ടിരിക്കുന്നു. സർക്കാരിന്റെ വിവിധ വിഭാഗങ്ങളുടെ അധികാരങ്ങൾ ഭരണഘടനയിൽ വ്യക്തമായി നിർവചിക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത ധർമ്മം ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കലാണ്. അതായത് ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പരിധി നിശ്ചയിക്കുക. ഓക്കെ, എന്താണ്? ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പരിധി നിശ്ചയിക്കുക എന്നതാണ് മൂന്നാമത്തെ ധർമ്മം എന്ന് പറയുന്നത്. വ്യക്തിയുടെ മൗലിക അവകാശങ്ങൾ നിഷേധിക്കുവാനുള്ള ഭരണകൂട താല്പര്യങ്ങളെ ഭരണഘടന നിയന്ത്രിക്കുന്നു. ഓക്കെ, അതാണ് ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കൽ എന്ന് പറയുന്നത്. അടുത്തത് ഒരു സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും. അതായത് ഒരു സമൂഹത്തിന്റെ അഭിലാഷങ്ങൾ നിറവേറ്റാനും നീതിപൂർവകമായ സമൂഹത്തിലെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനും സർക്കാരിനെ പ്രാപ്തമാക്കുക എന്നതാണ് മൂന്നാമത്തെ ധർമ്മം. ഓക്കെ, ഒരു സമൂഹത്തിന്റെ അഭിലാഷങ്ങൾ നിറവേറ്റാനും നീതിപൂർവകമായ സമൂഹത്തിലെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനും സർക്കാരിനെ പ്രാപ്തമാക്കുക എന്നതാണ് മൂന്നാമത്തെ ധർമ്മം. ഭരണഘടനകളിൽ അസമത്വത്തെ മറികടക്കുന്നതിനും സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പാക്കുന്നതിനും നിരവധി ക്രിയാത്മക നടപടികൾ ഉൾപ്പെടുത്താറുണ്ട്.
ഓക്കെ, അടുത്ത അഞ്ചാമത്തെ ധർമ്മം ജനതയുടെ മൗലിക വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുന്നു. ജനതയുടെ മൗലിക വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുന്നു. ഭരണഘടന ഒരു ജനതയുടെ അടിസ്ഥാന വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുന്നു. പ്രാദേശികവും ഭാഷാപരവും സാമുദായികവുമായ താല്പര്യങ്ങളെ മാറ്റി നിർത്തുന്നതിനും ദേശീയ വ്യക്തിത്വം സൃഷ്ടിക്കുന്നതിനും ഭരണഘടന സഹായകരമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് വരുന്നത്, ഭരണഘടനയുടെ പ്രധാന ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് നോക്കാം. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ഭരണഘടന എന്ന് അറിയപ്പെടുന്നു. അത് എന്തുകൊണ്ട് എന്നുള്ളതാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ഭരണഘടന എന്ന് അറിയപ്പെടുന്നത്? ഇന്ത്യൻ ഭരണഘടന, ഓക്കെ, അതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ പല ഭാഗങ്ങളും വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തവയാണ്. നമുക്കറിയാം അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത പ്രധാന വ്യവസ്ഥകൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ബ്രിട്ടീഷ് ഭരണഘടന, അമേരിക്കൻ ഭരണഘടന, ഐറിഷ് ഭരണഘടന, ഫ്രഞ്ച് ഭരണഘടന, കനേഡിയൻ ഭരണഘടന. ഓക്കെ, ഏതൊക്കെയാണ്? ബ്രിട്ടീഷ് ഭരണഘടന, അമേരിക്കൻ ഭരണഘടന, ഐറിഷ് ഭരണഘടന, ഫ്രഞ്ച് ഭരണഘടന, കനേഡിയൻ ഭരണഘടന. അപ്പോൾ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ളത് എന്തൊക്കെയാണ്? പാർലമെന്ററി വ്യവസ്ഥ, FPTP സംവിധാനം, നിയമവാഴ്ച, സ്പീക്കർ എന്ന സ്ഥാനവും അധികാരങ്ങളും, നിയമനിർമ്മാണ സംവിധാനം. ഇത്രയും കാര്യങ്ങളാണ് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തത്. പാർലമെന്ററി വ്യവസ്ഥ, FPTP സംവിധാനം, നിയമവാഴ്ച, സ്പീക്കർ എന്ന സ്ഥാനവും അധികാരങ്ങളും, നിയമനിർമ്മാണ സംവിധാനം. ഇനി അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? മൗലിക അവകാശങ്ങൾ, നീതിന്യായ പുനഃപരിശോധന, സ്വതന്ത്ര നീതിന്യായ സംവിധാനം. മൗലിക അവകാശങ്ങൾ, നീതിന്യായ പുനഃപരിശോധന, സ്വതന്ത്ര നീതിന്യായ സംവിധാനം. ഇനി ഐറിഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ് എന്ത്? നിർദ്ദേശക തത്വങ്ങൾ. നിർദ്ദേശക തത്വങ്ങൾ. ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ. കനേഡിയൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ് അർദ്ധ ഫെഡറൽ സംവിധാനം, അവശിഷ്ടാധികാരം. അർദ്ധ ഫെഡറൽ സംവിധാനം, അവശിഷ്ടാധികാരം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ടും പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എക്സാമിന് വരുന്ന പോയിന്റ്സ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഓടിച്ചിട്ട് ഒന്നുകൂടെ പറയാം. ഓക്കെ, അതിനുശേഷം നമുക്ക് നിർത്താം. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഓരോ ചാപ്റ്ററായിട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാനും എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തത് ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ, ഭരണഘടന എഴുതി തയ്യാറായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയത് 1949 നവംബർ 26, ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26, ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഒരു ഭരണഘടനയുടെ പ്രധാന ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നു, തീരുമാനമെടുക്കുന്നതിനുള്ള അധികാരം വ്യക്തമാക്കൽ, ഒരു സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും, ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കൽ, ജനതയുടെ മൗലിക വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുന്നു. ഈ 5 കാര്യങ്ങളാണ് ധർമ്മങ്ങളിൽ വരുന്നത്. ഓക്കെ, ദെൻ ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ഭരണഘടന എന്നറിയപ്പെടുന്നു. ഏതൊക്കെ കാര്യങ്ങളാണ് അല്ലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നും കടമെടുത്തത് എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും പാർലമെന്ററി വ്യവസ്ഥ, FPTP സംവിധാനം, നിയമവാഴ്ച, സ്പീക്കർ എന്ന സ്ഥാനവും അധികാരങ്ങളും, നിയമനിർമ്മാണ സംവിധാനം. അമേരിക്കൻ ഭരണഘടന, മൗലികാവകാശങ്ങൾ, നീതിന്യായ പുനഃപരിശോധന, സ്വതന്ത്ര നീതിന്യായ സംവിധാനം. ഐറിഷ് ഭരണഘടനയിൽ നിന്നും നിർദ്ദേശക തത്വങ്ങൾ. ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നും സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ. കനേഡിയൻ ഭരണഘടനയിൽ നിന്നും അർദ്ധ ഫെഡറൽ സംവിധാനം, അവശിഷ്ടാധികാരം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ടത്. ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോക്കുന്നത്. ആദ്യം നമുക്ക് ചോദ്യമുത്തരം എന്ന് പറയുന്ന രീതിയിൽ വരുന്ന ചോദ്യങ്ങൾ ആദ്യം ഒന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലും അങ്ങനെ തന്നെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ആദ്യം, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഒരു അവകാശ പത്രിക വേണമെന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ചത് ആരാണ്? ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഒരു അവകാശ പത്രിക വേണമെന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ചത് മോത്തിലാൽ നെഹ്റു കമ്മിറ്റിയാണ് കേട്ടോ. മോത്തിലാൽ നെഹ്റു കമ്മിറ്റി.
ജുഡീഷ്യറിക്ക് പുറമെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന മറ്റ് ഏജൻസികൾ ഏതെല്ലാം? ജുഡീഷ്യറിക്ക് പുറമെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന മറ്റ് ഏജൻസികൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ. ഓക്കെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ. ഓക്കെ, നിയമവിരുദ്ധമായ അറസ്റ്റ് ചോദ്യം ചെയ്യപ്പെടുന്ന റിട്ട് ഏതാണ്? നിയമവിരുദ്ധമായ അറസ്റ്റ് ചോദ്യം ചെയ്യപ്പെടുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ് കേട്ടോ. ഹേബിയസ് കോർപ്പസ് ആണ് നിയമവിരുദ്ധമായ അറസ്റ്റ് ചോദ്യം ചെയ്യപ്പെടുന്ന റിട്ട്, ഹേബിയസ് കോർപ്പസ്. ഡോക്ടർ അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏതാണ്? ഡോക്ടർ അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏതാണ്? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. 1976 ഏത് ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ചേർത്തത്? 1976 ഏത് ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? ഏതാണ്? 42ാം ഭേദഗതി പ്രകാരമാണ് കേട്ടോ. 42ാം ഭേദഗതി. ഇനി അടുത്തത് 1978 എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശമല്ലാതെയാക്കിയത്? സ്വത്തവകാശത്തെ മൗലികാവകാശമല്ലാതെയാക്കിയത് 44ാം ഭേദഗതിയിലൂടെയാണ്. അടുത്തത് സ്വത്തവകാശം എന്ന് പറയുന്നത് ഇപ്പോൾ എന്ത് തരം അവകാശമാണ്? സ്വത്തവകാശം എന്ന് പറയുന്നത് എന്ത് തരം അവകാശമാണ് എന്ന് ചോദിച്ചാൽ ലീഗൽ അവകാശം, അതായത് നിയമാവകാശമാണ്. ഓക്കെ, ഒരു നിയമാവകാശമാണ് സ്വത്തവകാശം എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 307 ഇപ്പോൾ ഉള്ളത്. ഓക്കെ, നിയമാവകാശമാണ് സ്വത്തവകാശം. ഇനി അടുത്തത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ കിട്ടാൻ പാകത്തിനുള്ള ഭാഗങ്ങളാണ്. അപ്പം നോക്കാം. മൗലിക അവകാശങ്ങളും സാധാരണ അവകാശങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മൗലിക അവകാശങ്ങളും സാധാരണ അവകാശവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സാധാരണ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതും നടപ്പിലാക്കുന്നതും സാധാരണ നിയമമാണ്. എന്നാൽ മൗലിക അവകാശങ്ങളെ, അതാണ് നമ്മുടെ പോയിന്റ്, മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നതും ഉറപ്പാക്കുന്നതും രാജ്യത്തെ ഭരണഘടനയാണ്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നമുക്ക് ചോദിക്കാം, എന്താണ് താഴെ തന്നിട്ടുള്ളവയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏത്, അത് അല്ലെങ്കിൽ ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് എന്നൊക്കെ ചോദ്യം വരാം. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. സാധാരണ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതും നടപ്പിലാക്കുന്നതും സാധാരണ നിയമമാണ്. എന്നാൽ മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നതും ഉറപ്പാക്കുന്നതും രാജ്യത്തെ ഭരണഘടനയാണ്. സാധാരണ നിയമനിർമ്മാണ പ്രക്രിയയിലൂടെ സാധാരണ അവകാശങ്ങളിൽ മാറ്റം വരുത്താം. എന്നാൽ മൗലിക അവകാശങ്ങളിൽ മാറ്റം വരുത്താൻ ഭരണഘടന ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഓക്കെ, മൗലിക അവകാശങ്ങളിൽ മാറ്റം വരുത്താൻ എന്തിലൂടെ മാത്രമേ പറ്റുള്ളൂ? ഭരണഘടന ഭേദഗതിയിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നതും ഉറപ്പാക്കുന്നതും രാജ്യത്തെ ഭരണഘടനയാണ്. മൗലിക അവകാശങ്ങളിൽ മാറ്റം വരുത്താൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ പോയിന്റ്സ് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്തത് നോക്കുക. ഭരണഘടന പൗരന് ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ ഏതെല്ലാം? ഭരണഘടന ഒരു പൗരന് ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ ഏതെല്ലാം? അപ്പോൾ നമുക്ക് മൗലികാവകാശങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഭരണഘടനയിലെ പാർട്ട് 3, ഓക്കെ, പാർട്ട് 3 ആർട്ടിക്കിൾ 14 മുതൽ 32 വരെയുള്ള ഭാഗങ്ങളാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് വിവരിക്കുന്നത്. ഭരണഘടനയിലെ പാർട്ട് 3 ഭാഗം 3 ആർട്ടിക്കിൾ 14 മുതൽ 12 വരെയുള്ള ഭാഗങ്ങളിലാണ് മൗലികാവകാശങ്ങളെ കുറിച്ച് വിവരിക്കുന്നത്. 1979 വരെ 7 മൗലികാവകാശങ്ങളാണ് ഒരു പൗരന് നൽകി വന്നിരുന്നത്. ഓക്കെ, 7 മൗലികാവകാശങ്ങളാണ് നൽകി വന്നിരുന്നത്. 1979 44ാം ഭേദഗതിയിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും ഒഴിവാക്കി നിയമാവകാശമാക്കി മാറ്റി. അപ്പോൾ 44ാം ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും ഒഴിവാക്കിയതോടുകൂടി ഇപ്പോൾ എത്ര മൗലികാവകാശങ്ങളുണ്ട്? ഇപ്പോൾ 6 മൗലികാവകാശങ്ങളാണ് ഉള്ളത്. ഓക്കെ, 6 മൗലികാവകാശങ്ങളാണ് ഉള്ളത്. കാണുന്നുണ്ടല്ലോ അല്ലേ? 6 മൗലികാവകാശങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിൽ
മൗലികാവകാശങ്ങളുടെ ഒരു പട്ടിക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൗലികാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു. മൗലികാവകാശങ്ങൾ അനുവദിക്കണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ചത് മോത്തിലാൽ നെഹ്റു കമ്മിറ്റിയാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് മൗലികാവകാശങ്ങൾ അനുവദിക്കണമെന്ന്. ഓക്കെ, മൗലികാവകാശങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം. മൗലികാവകാശങ്ങൾ അനുവദിക്കണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ചത് മോത്തിലാൽ നെഹ്റു കമ്മിറ്റിയാണ്. ഓക്കെ, ഇനി ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ്? സമത്വാവകാശം, റൈറ്റ് ടു ഈക്വാലിറ്റി, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഓക്കെ, ഇതാണ് 6 മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ താഴെ തന്നിട്ടുള്ളവയിൽ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിക്കാം. അപ്പോൾ അറിഞ്ഞിരിക്കുക 6 എണ്ണവും: സമത്വാവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഇനി അറിഞ്ഞിരിക്കേണ്ടത് ഈ ഓരോ അവകാശങ്ങളും ഏത് ആർട്ടിക്കിളിലാണ് വരുന്നത്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോ അവകാശവും അതിൻ്റെ ആർട്ടിക്കിളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കി വെച്ചേക്കാം. സമത്വാവകാശം ആർട്ടിക്കിൾ ഏതാണ്? 14 to 18 ആണ് കേട്ടോ. സമത്വാവകാശം ആർട്ടിക്കിൾ 14 to 18 ആണ് വരുന്നത്. സമത്വാവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണമാണ്. സമത്വാവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണമാണ്. 14 മുതൽ 18 വരെയുള്ള വകുപ്പുകളിൽ അവ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 14 നിയമത്തിനു മുന്നിൽ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം എന്നിവ ഉറപ്പു നൽകുന്നു. അപ്പോൾ ആർട്ടിക്കിൾ 14 to 18 ആണ് സമത്വാവകാശം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഓരോ ആർട്ടിക്കിളും എന്തിനെ പറ്റിയാണ് പറയുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ആർട്ടിക്കിൾ 14 എന്താണ് പറയുന്നത്? നിയമത്തിന് മുന്നിൽ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം എന്നിവ ഉറപ്പു നൽകുന്നു. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 15 എന്താണ്? വിവേചനത്തിൽ നിന്നും സംരക്ഷണം നൽകുന്നു. വിവേചനത്തിൽ നിന്നും സംരക്ഷണം നൽകുന്നു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15 മതം, വർഗം, ജാതി, ലിംഗം, ജന്മദേശം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കുന്നു. ആർട്ടിക്കിൾ 15 വിവേചനത്തിൽ നിന്നും സംരക്ഷണം നൽകുന്നു. അതായത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15 എന്താണ്? മതം, വർഗം, ജാതി, ലിംഗം, ജന്മദേശം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കുന്നു. ആർട്ടിക്കിൾ 16 അവസര സമത്വം ഉറപ്പു നൽകുന്നു. അതായത് ഇത് സർക്കാർ ജോലിയുടെ കാര്യത്തിൽ പൗരന്മാർക്ക് അവസര സമത്വം, അപ്പോൾ സർക്കാർ ജോലി കാര്യത്തിൽ അവസര സമത്വം ഉറപ്പാക്കുന്നത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 16 ആണ്. ആർട്ടിക്കിൾ 16. അടുത്തത് ആർട്ടിക്കിൾ 17 അയിത്ത നിർമാർജനം ഉറപ്പു നൽകുന്നു. ഓക്കെ, അയിത്ത നിർമാർജനം ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17 ആണ്. ഇത് അയിത്തം നിരോധിക്കുന്നു. അതിൻ്റെ ഏതെങ്കിലും രൂപത്തിലുള്ള ആചരണം നിയമപ്രകാരം ശിക്ഷാർഹമായിരിക്കുന്നു. ഓക്കെ, ആർട്ടിക്കിൾ 18 പറയുന്നത് ബഹുമതികൾ സ്വീകരിക്കുന്നത് തടയുന്നു എന്നുള്ളതാണ്. ബഹുമതികൾ സ്വീകരിക്കുന്നത് തടയുന്നു. പട്ടാള ബഹുമതികളും വിദ്യാഭ്യാസ ബഹുമതികളും ഒഴിച്ചുള്ള ബഹുമതികൾ നൽകുന്നതിൽ നിന്ന് 18 വകുപ്പ് രാഷ്ട്രത്തെ വിലക്കുന്നു. അപ്പോൾ കിട്ടിയല്ലോ 14 to 18 വകുപ്പുകൾ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത്. 14 എന്തായിരുന്നു? നിയമത്തിന് മുന്നിൽ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം എന്നിവ ഉറപ്പു നൽകുന്നു. ആർട്ടിക്കിൾ 15 എന്തായിരുന്നു? മതം, വർഗം, ജാതി, ലിംഗം, ജന്മദേശം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കുന്നു. ആർട്ടിക്കിൾ 16 അവസര സമത്വം, അതായത് ജോലിയുടെ കാര്യത്തിൽ, സർക്കാർ ജോലിയുടെ കാര്യത്തിലൊക്കെ അവസര സമത്വം ഉറപ്പാക്കുന്നത് ആർട്ടിക്കിൾ 16 ആണ്. ആർട്ടിക്കിൾ 17 അയിത്ത നിർമാർജനം ഉറപ്പു നൽകുന്നു. ആർട്ടിക്കിൾ 18 എന്താണ്? ബഹുമതികൾ സ്വീകരിക്കുന്നത് തടയുന്നു. ഓക്കെ, അപ്പോൾ സമത്വാവകാശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുമ്പോൾ ഭരണഘടനയിലെ 19 മുതൽ 22 വരെയുള്ള വകുപ്പുകൾ ഇന്ത്യൻ പൗരന്മാർക്കുള്ള സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം വരുന്നത്? 19 മുതൽ 22 വരെയാണ് കേട്ടോ. ആർട്ടിക്കിൾ 19 to 22 ആണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അപ്പോൾ ഈ അവകാശം പൗരസ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനമാണ്. ഓക്കെ, പൗരസ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അപ്പോൾ ഇനി ഇവിടെ ഓരോ ആർട്ടിക്കിളും എന്തിനാണ് പറയുന്നത് എന്നുള്ളത് നോക്കാം. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണെന്ന് പറഞ്ഞു.
ആർട്ടിക്കിൾ 19 എന്താണ് പറയുന്നത്? ഇന്ത്യൻ പൗരന്മാർക്ക് 6 താഴെ നൽകുന്ന അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. ഓക്കെ, 6 അവകാശങ്ങൾ ഉറപ്പു നൽകുന്നതാണ് ആർട്ടിക്കിൾ 19. ഏതൊക്കെയാണ് ഈ 6 അവകാശങ്ങൾ? സംഭാഷണ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. ഒന്ന്, സംഭാഷണ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. സമ്മേളന സ്വാതന്ത്ര്യം, സമ്മേളന സ്വാതന്ത്ര്യം, സംഘാടന സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, പാർപ്പിട സ്വാതന്ത്ര്യം, തൊഴിൽ, വ്യാപാരം, വാണിജ്യം, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ ഈ 6 അവകാശങ്ങൾ ഉറപ്പു നൽകുന്നതാണ് ആർട്ടിക്കിൾ 18. എന്തൊക്കെയാണ്? സംഭാഷണ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം, സമ്മേളന സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, പാർപ്പിട സ്വാതന്ത്ര്യം, തൊഴിൽ, വ്യാപാരം, വാണിജ്യം, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം. ഓക്കെ, അടുത്തത് ആർട്ടിക്കിൾ 20. ആർട്ടിക്കിൾ 20 കുറ്റകൃത്യങ്ങൾക്കുള്ള അന്യായമായ ശിക്ഷയ്ക്കെതിരെയുള്ള സംരക്ഷണം ഉറപ്പു നൽകുന്നു. ഓക്കെ, കുറ്റകൃത്യങ്ങൾക്ക് അന്യായമായിട്ട് ശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ സംരക്ഷണം ഉറപ്പു നൽകുന്നു. ആർട്ടിക്കിൾ 20 എന്താണ്? കുറ്റകൃത്യങ്ങൾക്കുള്ള അന്യായമായ ശിക്ഷയ്ക്കെതിരെയുള്ള സംരക്ഷണം. ഓക്കെ, ആർട്ടിക്കിൾ 21 പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യവും ജീവിത സ്വാതന്ത്ര്യവും ഉറപ്പു നൽകുന്നു. വ്യക്തി സ്വാതന്ത്ര്യവും ജീവിത സ്വാതന്ത്ര്യവും ഉറപ്പു നൽകുന്നു. ആർട്ടിക്കിൾ 22 പറയുന്നത് എന്താണ്? അന്യായമായ അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്നു. അന്യായമായ അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്നു. അടുത്തത് നോക്കാം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ചൂഷണത്തിനെതിരായുള്ള അവകാശം എന്ന് പറയുന്നത് 22 to 24 വരുന്നത് കേട്ടോ. ആർട്ടിക്കിൾ 22 to 24 ചൂഷണത്തിനെതിരായുള്ള അവകാശം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം, ഭരണഘടനയിലെ 23 ഉം 24 വകുപ്പുകൾ ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. ഭരണഘടനയിലെ 23-ാം വകുപ്പ് അസന്മാർഗിക ചെയ്തികളെയും അടിമപ്പണിയെയും മറ്റു നിർബന്ധിത തൊഴിലുകളെയും നിരോധിക്കുന്നു. എന്താണ് പറയുന്നത്? 23-ാം വകുപ്പ് പറയുന്നത് അസന്മാർഗിക ചെയ്തികളെയും അടിമപ്പണിയെയും മറ്റു നിർബന്ധിത തൊഴിലുകളെയും നിരോധിക്കുന്നു. ആർട്ടിക്കിൾ 24 പറയുന്നത് എന്താണ്? ഏതെങ്കിലും ഫാക്ടറിയിൽ അല്ലെങ്കിൽ ഖനിയിൽ അതുമല്ലെങ്കിൽ അപകടകരമായ മറ്റേതെങ്കിലും മേഖലകളിൽ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ട് തൊഴിൽ ചെയ്യിക്കരുത് എന്നുള്ളത് നിരോധിക്കുന്നു. അതായത് കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിക്കുക എന്ന് പറയുമ്പോൾ ബാലവേല നിരോധനം അല്ലെ. അപ്പൊ അത് വരുന്നത് ഏതാണ്? 24 ആർട്ടിക്കിൾ 24. ഓക്കെ, കിട്ടിയല്ലോ. അടുത്തത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. എവിടെ മുതൽ എവിടം വരെയാണ്? ആർട്ടിക്കിൾ 25 ടു ആർട്ടിക്കിൾ 28 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. അതിനാൽ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന എന്ത് ചെയ്യുന്നുണ്ട്? ഉറപ്പു നൽകുന്നുണ്ട്. ഭരണഘടനയുടെ വകുപ്പ് 25 ആർട്ടിക്കിൾ 25 എന്താണ് പറയുന്നത്? വ്യക്തികൾക്ക് സ്വന്തം മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം. 25 എന്താണ് പറയുന്നത്? വ്യക്തികൾക്ക് സ്വന്തം മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുന്നു. ഓക്കെ, ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം നൽകുന്നു. ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം നൽകുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ ബോധനങ്ങൾ നൽകുന്നത് ഭരണഘടനയിലെ 28 വകുപ്പ് നിരോധിക്കുന്നു. ഓക്കെ, 28 എന്താണ് പറയുന്നത്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ ബോധനങ്ങൾ നൽകുന്നത് ഭരണഘടനയിലെ 28 വകുപ്പ് നിരോധിക്കുന്നു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെയാണ് പറയുന്നത്, നോട്ട് ചെയ്ത് വെച്ചേക്കാം. അടുത്തത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ എവിടെയാണ് ഉൾപ്പെടുന്നത്? ആർട്ടിക്കിൾ 29, 30 എന്നിവയിലാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഉൾപ്പെടുന്നത്. ഭരണഘടനയുടെ 29, 30 വകുപ്പുകളിലാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമ്മുടെ ഭരണഘടന ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയ്ക്ക് സംരക്ഷണം നൽകുന്നു. ഓക്കെ, ഭരണഘടനയുടെ 29, 30 വകുപ്പുകളിലാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമ്മുടെ ഭരണഘടന ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയ്ക്ക് സംരക്ഷണം നൽകുന്നു.
മതമോ ഭാഷയെ പരിഗണിക്കാതെ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഉറപ്പു നൽകുന്നു. ഓക്കെ, മതമോ ഭാഷയോ പരിഗണിക്കാതെ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഉറപ്പുവരുത്തുന്നു. ഓക്കെ, അടുത്തത് ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം. ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം അതിൽ പറയുന്നത് എന്താണ്? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞല്ലേ, ഡോക്ടർ അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചു അല്ലെ. ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശത്തെയാണ് ഡോക്ടർ അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് വകുപ്പ് 32 പ്രകാരം സുപ്രീം കോടതിയെയോ വകുപ്പ് 226 പ്രകാരം ഹൈക്കോടതിയെയോ സമീപിക്കാൻ പൗരന് അവകാശം നൽകുന്നു. അപ്പോൾ മൗലികാവകാശങ്ങൾ ഏതെങ്കിലും ഒന്ന് നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ പുനഃസ്ഥാപിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എവിടെ പോകാം? വകുപ്പ് 32 പ്രകാരം സുപ്രീം കോടതിയെയോ വകുപ്പുകൾ ഓർത്തിരിക്കുക, വകുപ്പ് 32 പ്രകാരം സുപ്രീം കോടതിയെയോ വകുപ്പ് 226 പ്രകാരം ഹൈക്കോടതിയെയോ സമീപിക്കാൻ പൗരന് അവകാശം നൽകുന്നു. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പലതരത്തിലുള്ള പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നു. ഇവയാണ് റിട്ടുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട റിട്ടുകൾ ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, മെൻഡാമസ്, പ്രൊഹിബിഷൻ, ക്വാവാറൻഡോ, സെർഷ്യോററി. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നമ്മൾ ക്ലാസ് ഒക്കെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് വേണ്ടവർക്ക് ആ ക്ലാസ് കണ്ടുപിടിക്കുക കേട്ടോ. ഹേബിയസ് കോർപ്പസ്, മെൻഡാമസ്, പ്രൊഹിബിഷൻ, ക്വാവാറൻഡോ, സെർഷ്യോററി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തിരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ആദ്യം വൺ വേർഡ് വരാവുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം അല്ലേ. ഇന്ത്യയിലെ ലോക്സഭ നിയമസഭ തിരഞ്ഞെടുപ്പുകൾ ഏത് വ്യവസ്ഥ പ്രകാരമാണ്? ഇന്ത്യയിലെ ലോക്സഭ നിയമസഭ തിരഞ്ഞെടുപ്പുകൾ ഏത് വ്യവസ്ഥ പ്രകാരമാണ്? FPTP എന്ന് വെച്ചാൽ എന്താണ്? കേവല ഭൂരിപക്ഷ സമ്പ്രദായം അനുസരിച്ചാണ്. ഓക്കെ, കേവല ഭൂരിപക്ഷ സമ്പ്രദായം അനുസരിച്ചാണ് ഇന്ത്യയിലെ ലോക്സഭ നിയമസഭ തെരഞ്ഞെടുപ്പുകൾ കേവല ഭൂരിപക്ഷ സമ്പ്രദായം അനുസരിച്ച്. രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഏത് വ്യവസ്ഥ പ്രകാരമാണ്? ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് നമുക്ക് കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ എന്ന് പറഞ്ഞിട്ട് തന്നിട്ട് ഒരു പ്രസ്താവന ഇത് തന്നെയായിരുന്നു. രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യം അനുസരിച്ചാണ്. ആനുപാതിക പ്രാതിനിധ്യം അനുസരിച്ചാണ്. ഓക്കെ, രാജ്യസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? MLA മാരാണ് കേട്ടോ. രാജ്യസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് MLA മാരാണ്. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കി മാറ്റിയ വർഷം എത്രയാണ്? 1989 61 ഭേദഗതിയിലൂടെയാണ്. 1989 61 ഭേദഗതിയിലൂടെയാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കി മാറ്റിയ വർഷം. മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച തീരുമാനമെടുക്കുന്ന കമ്മീഷൻ. മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച തീരുമാനമെടുക്കുന്ന കമ്മീഷൻ ഏതാണ്? അതിർത്തി നിർണയ കമ്മീഷനാണ് കേട്ടോ. ഓക്കെ, അതിർത്തി നിർണയ കമ്മീഷനാണ് മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച തീരുമാനമെടുക്കുന്ന കമ്മീഷൻ. മണ്ഡലങ്ങളുടെ അതിർത്തികൾ നിർണയിക്കുന്ന കമ്മീഷൻ അതിർത്തി നിർണയ കമ്മീഷനാണ്. മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതും മണ്ഡലങ്ങളുടെ അതിർത്തികൾ നിർണയിക്കുന്നതും ആര് തന്നെയാണ്? അതിർത്തി നിർണയ കമ്മീഷനാണ്. ഓക്കെ, അടുത്തത് നോക്കാം. നമുക്ക് സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണ്. കേവല ഭൂരിപക്ഷ വ്യവസ്ഥയും ആനുപാതിക പ്രാതിനിധ്യവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ വ്യവസ്ഥ പ്രകാരം രാജ്യത്തെ അനേകം നിയോജക മണ്ഡലങ്ങൾ അഥവാ ജില്ലകളായി വിഭജിക്കുന്നു. ഈ വ്യവസ്ഥ പ്രകാരം, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ പ്രകാരം രാജ്യത്തിനെ എന്ത് ചെയ്യുന്നു? അനേകം നിയോജക മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ജില്ലകളായിട്ട് വിഭജിക്കുന്നു. ഓരോ നിയോജക മണ്ഡലവും ഓരോ പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. ഓരോ നിയോജക മണ്ഡലവും എന്ത് ചെയ്യുന്നു? ഓരോ പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. സമ്മതിദായകർ വോട്ട് ചെയ്യുന്നത് സ്ഥാനാർത്ഥിക്കാണ് അല്ലെ. സമ്മതിദായകർ വോട്ട് ചെയ്യുന്നത് എന്താണ്? സ്ഥാനാർത്ഥിക്കാണ്. ഒരു കക്ഷിക്ക് അതിന് കിട്ടിയ വോട്ടിന്റെ വിഹിതത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നിയമനിർമ്മാണ സഭയിൽ ലഭിച്ചു എന്ന് വരാം. ഒരു കക്ഷിക്ക് അതിന് കിട്ടിയ വോട്ടിന്റെ വിഹിതത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നിയമനിർമ്മാണ സഭയിൽ ലഭിച്ചു എന്ന് വരാം.
തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷ വോട്ടുകൾ കിട്ടിക്കൊള്ളണമെന്നില്ല. ഓക്കെ, തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷ വോട്ടുകൾ കിട്ടിക്കൊള്ളണമെന്നില്ല. UK, ഇന്ത്യ എന്നിവിടങ്ങളിൽ ഈ വ്യവസ്ഥ നിലനിൽക്കുന്നു. എവിടെയൊക്കെയാണ്? UK, ഇന്ത്യ എന്നിവിടങ്ങളിലാണ് ഈ വ്യവസ്ഥ നിലനിൽക്കുന്നത്. അപ്പോൾ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ നിലനിൽക്കുന്നത് എവിടെയൊക്കെയാണ്? UK-യിലും അതുപോലെ തന്നെ ഇന്ത്യയിലുമാണ് കേട്ടോ. UK, ഇന്ത്യ. അടുത്തത് ആനുപാതിക പ്രാതിനിധ്യം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ വ്യവസ്ഥ അനുസരിച്ച് രാജ്യത്തെ മുഴുവൻ ഒരു ഏക നിയോജക മണ്ഡലം ആയി കണക്കാക്കുന്നു. ഓക്കെ, രാജ്യത്തെ മുഴുവൻ എന്താണ്? ഒറ്റ നിയോജക മണ്ഡലമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. കേവല ഭൂരിപക്ഷമായപ്പോൾ രാജ്യത്തെ വിവിധ നിയോജക മണ്ഡലമായിട്ട് അല്ലെങ്കിൽ വിവിധ ജില്ലകളായിട്ട് തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആനുപാതിക പ്രാതിനിധ്യമാണെങ്കിൽ രാജ്യത്തെ മുഴുവൻ എന്താണ്? ഒരു ഏക നിയോജക മണ്ഡലമായിട്ട് കണക്കാക്കുന്നു. ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികളെ തിരഞ്ഞെടുക്കാം. ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികളെ തിരഞ്ഞെടുക്കാം. അപ്പോൾ കേവല ഭൂരിപക്ഷമാണെങ്കിൽ എന്താണ്? ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഓരോ പ്രതിനിധികളാണ്. ഇവിടെ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് തന്നെ ഒന്നിലധികം പ്രതിനിധികളെ തിരഞ്ഞെടുക്കാം എന്നാണ് പറയുന്നത്. സമ്മതിദായകർ വോട്ട് ചെയ്യുന്നത് രാഷ്ട്രീയ കക്ഷിക്കാണ്. ഓക്കെ, സമ്മതിദായകർ വോട്ട് ചെയ്യുന്നത് എവിടേക്കാണ്? രാഷ്ട്രീയ കക്ഷിക്കാണ്. അവിടെ എന്തായിരുന്നു? കേവല ഭൂരിപക്ഷത്തിലെ സ്ഥാനാർത്ഥിക്കായിരുന്നു അല്ലേ? അപ്പോൾ അതങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് മറന്നു പോവില്ല. ഓരോ കക്ഷിക്കും അതിന് കിട്ടിയ വോട്ടുകളുടെ ശതമാനത്തിന് ആനുപാതികമായി നിയമനിർമ്മാണ സഭയിൽ സീറ്റുകൾ ലഭിക്കുന്നു. ഓരോ കക്ഷിക്കും അതിന് കിട്ടിയ വോട്ടുകളുടെ ശതമാനത്തിന് ആനുപാതികമായിട്ടാണ് നിയമനിർമ്മാണ സഭയിൽ സീറ്റുകൾ ലഭിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വോട്ട് ലഭിക്കുന്നു. അവിടെ ഭൂരിപക്ഷം വേണമെന്നില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഭൂരിപക്ഷം വോട്ട് ലഭിക്കുന്നു. ഇസ്രായേൽ, നെതർലാൻഡ് എന്നിവിടങ്ങളിലാണ് ഈ വ്യവസ്ഥ, അതായത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ ഉള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇസ്രായേൽ, അതുപോലെ തന്നെ നെതർലാൻഡ്. ഇസ്രായേലിലും നെതർലാൻഡിലുമാണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ. നമ്മുടെ ഇന്ത്യയിലും UK-യിലും എന്താണ്? കേവല ഭൂരിപക്ഷ വ്യവസ്ഥയാണ്. ഓക്കെ, കിട്ടിയോ? അടുത്തത് നോക്കാം. നമ്മുടെ തിരഞ്ഞെടുപ്പ് വ്യവസ്ഥയ്ക്ക് പലതരത്തിലുള്ള പോരായ്മകളുണ്ട്. ഇവ പരിഹരിക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കുക. ഒരു തെരഞ്ഞെടുപ്പ് സമ്പ്രദായവും കുറ്റമറ്റതായിരിക്കില്ല. യഥാർത്ഥ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അനേകം കുറ്റങ്ങളും കുറവുകളും ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് പരിഷ്കരണത്തിനുള്ള പ്രധാന നിർദ്ദേശങ്ങൾ താഴെ നൽകുന്നു. അപ്പം തെരഞ്ഞെടുപ്പ് പരിഷ്കരണത്തിനുള്ള പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥ FPTP-യിൽ നിന്നും ആനുപാതിക സമ്പ്രദായത്തിലേക്ക് മാറ്റണം. ഓക്കെ, അതാണ് തെരഞ്ഞെടുപ്പ് പരിഷ്കരണത്തിനുള്ള പ്രധാന നിർദ്ദേശങ്ങൾ. എന്തൊക്കെയാണ്? ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ FPTP, അത് കേവല ഭൂരിപക്ഷമാണ്. അപ്പോൾ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ നിന്നും ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിലോട്ട് മാറ്റണം എന്നുള്ളതാണ് ഒന്നാമത്തേത്. ദെൻ പാർലമെന്റിലും അസംബ്ലികളിലും സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തണം. പാർലമെന്റിലും അസംബ്ലികളിലും സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തണം. പണത്തിന്റെ സ്വാധീനം തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഒഴിവാക്കണം. പണത്തിന്റെ സ്വാധീനം തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഒഴിവാക്കണം. കുറ്റവാളികളെ സ്ഥാനാർത്ഥികളാക്കാൻ പാടില്ല. തെരഞ്ഞെടുപ്പുകളിൽ ജാതി മത സ്വാധീനം ഒഴിവാക്കണം. രാഷ്ട്രീയ കക്ഷികളെ നിയന്ത്രിക്കണം. ഓക്കെ, ജനങ്ങൾക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുക. തെരഞ്ഞെടുപ്പ് ചെലവുകൾ സർക്കാർ ഒരു പ്രത്യേക ഫണ്ടിൽ നിന്നും നൽകണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് പരിഷ്കരണത്തിനുള്ള നിർദ്ദേശങ്ങളിൽ വരുന്നത്. ഓക്കെ, അടുത്തത് നോക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരങ്ങളും ചുമതലകളും എന്തെല്ലാം? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരങ്ങളും ചുമതലകളും. അപ്പോൾ ഈ ഭാഗത്ത് നിന്നും 30-ാം തീയതിക്ക് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരങ്ങൾ തന്നിട്ട് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്വതന്ത്രവും നീതിപൂർവകവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് നടത്തുവാൻ ഇന്ത്യയിൽ ഒരു ഇലക്ഷൻ കമ്മീഷൻ 1950-ൽ സ്ഥാപിതമായി. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമായത് 1950-ലാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ 324 വകുപ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? 324 ആർട്ടിക്കിൾ 324. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ്? ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്. തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം, സംവിധാനം, നിയന്ത്രണം എന്നീ 3 ചുമതലകളാണ് കമ്മീഷൻ മുഖ്യമായും നിർവഹിക്കുന്നത്. മേൽനോട്ടം, സംവിധാനം, നിയന്ത്രണം.
ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കുന്നതിന് വേണ്ടി ഓരോ സംസ്ഥാനത്തിലും ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഉണ്ട്. ഓക്കെ, ഓരോ സംസ്ഥാനത്തിലും ഓരോ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഉണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ല. അതിന്റെ ചുമതല ആർക്കാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഓക്കെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കാണ്. ഓക്കെ, ഇനി നമുക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് വിപുലമായ ചുമതലകളുണ്ട്. അവ താഴെ നൽകുന്നു. എന്തൊക്കെയാണ്? ലോകസഭ, രാജ്യസഭ, നിയമനിർമ്മാണ സഭകൾ എന്നിവയിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുക. ഓക്കെ, ലോകസഭ, രാജ്യസഭ, നിയമനിർമ്മാണ സഭകൾ എന്നിവയിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുക. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരെ തിരഞ്ഞെടുക്കാനുള്ള തിരഞ്ഞെടുപ്പ് നടത്തുക. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരെ തിരഞ്ഞെടുക്കാനുള്ള തിരഞ്ഞെടുപ്പ് നടത്തുക. തിരഞ്ഞെടുപ്പിന് ആവശ്യമായ വോട്ടർ പട്ടിക തയ്യാറാക്കുക. തിരഞ്ഞെടുപ്പിന് ആവശ്യമായിട്ടുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുക. വോട്ടർ പട്ടിക പരിഷ്കരിക്കുകയും പുതുക്കുകയും ചെയ്യുക. തെരഞ്ഞെടുപ്പ് തീയതികൾ നിശ്ചയിക്കുക. തെരഞ്ഞെടുപ്പ് തീയതികൾ നിശ്ചയിക്കുക. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, ഫലപ്രഖ്യാപനം എന്നീ തീയതികൾ പ്രഖ്യാപിക്കുക. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം, നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കൽ, ഫലപ്രഖ്യാപനം എന്നീ തീയതികൾ പ്രഖ്യാപിക്കുക. രാഷ്ട്രീയ കക്ഷികൾക്ക് അംഗീകാരം നൽകുക. രാഷ്ട്രീയ കക്ഷികൾക്ക് അംഗീകാരം നൽകുക. ചിഹ്നങ്ങൾ അനുവദിക്കുക. ഈ പോയിന്റ്സ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലെ? 30-ാം തീയതിയിലെ എക്സാമിൽ തന്നിട്ടുണ്ടായിരുന്നതാണ്. ചിഹ്നങ്ങൾ അനുവദിക്കുക. തെരഞ്ഞെടുപ്പ് ചെലവുകൾക്ക് പരിധി നിർണ്ണയിക്കുക. തെരഞ്ഞെടുപ്പ് ചെലവുകൾക്ക് പരിധി നിർണ്ണയിക്കുക. തെരഞ്ഞെടുപ്പ് തർക്കങ്ങളും കേസുകളും തീർപ്പാക്കുക. പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിക്കുക. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കുക. അപ്പോൾ ഇത്രയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ. ഒന്നുകൂടെ വായിക്കാം. ലോകസഭ, രാജ്യസഭ, നിയമനിർമ്മാണ സഭകൾ എന്നിവയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുക. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരെ തിരഞ്ഞെടുക്കാനുള്ള തിരഞ്ഞെടുപ്പ് നടത്തുക. തിരഞ്ഞെടുപ്പിന് ആവശ്യമായ വോട്ടർ പട്ടിക തയ്യാറാക്കുക. വോട്ടർ പട്ടിക പരിഷ്കരിക്കുകയും പുതുക്കുകയും ചെയ്യുക. തിരഞ്ഞെടുപ്പ് തീയതികൾ നിശ്ചയിക്കുക. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, ഫലപ്രഖ്യാപനം എന്നീ തീയതികൾ പ്രഖ്യാപിക്കുക. രാഷ്ട്രീയ കക്ഷികൾക്ക് അംഗീകാരം നൽകുക. ചിഹ്നങ്ങൾ അനുവദിക്കുക. തിരഞ്ഞെടുപ്പ് ചെലവുകൾക്ക് പരിധി നിർണ്ണയിക്കുക. തിരഞ്ഞെടുപ്പ് തർക്കങ്ങളും കേസുകളും തീർപ്പാക്കുക. പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിക്കുക. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. 4ാമത്തെ ചാപ്റ്റർ ഏതാണ്? എക്സിക്യൂട്ടീവ്, കാര്യനിർവഹണ വിഭാഗം. ഓക്കെ, കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ നോക്കാം. അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം നിലനിൽക്കുന്ന രാജ്യങ്ങൾക്ക് ഉദാഹരണം എഴുതുക. അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം. ഓക്കെ, അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം നിലനിൽക്കുന്ന രാജ്യങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? റഷ്യ, ഫ്രാൻസ്, ശ്രീലങ്ക. റഷ്യ, ഫ്രാൻസ്, ശ്രീലങ്ക എന്നിവിടങ്ങളിലാണ് അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം നിലനിൽക്കുന്നത്. അടുത്തത്, രാജ്യസഭയുടെ ചെയർമാൻ ആരാണ്? ആരാണ് രാജ്യസഭയുടെ ചെയർമാൻ? വൈസ് പ്രസിഡന്റ് ആണ് കേട്ടോ. വൈസ് പ്രസിഡന്റ് ആണ് രാജ്യസഭയുടെ ചെയർമാൻ. ഇനി അടുത്തത് നോക്കാം. എന്താണ് എക്സിക്യൂട്ടീവ്? ഓക്കെ, എന്താണ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ കാര്യനിർവഹണ വിഭാഗം? ഗവൺമെന്റിന് നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നിങ്ങനെ 3 വ്യത്യസ്ത ഘടകങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഗവൺമെന്റിനുള്ള വിഭാഗങ്ങൾ? നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. അങ്ങനെ 3 വ്യത്യസ്ത ഘടകങ്ങളുണ്ട്. നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നിർമ്മിക്കുന്നു. കാര്യനിർവഹണ വിഭാഗം അവ നടപ്പിലാക്കുന്നു. നീതിന്യായ വിഭാഗം നിയമങ്ങളെ സംരക്ഷിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നിയമനിർമ്മാണ വിഭാഗം എന്ത് ചെയ്യുന്നു? നിയമങ്ങൾ നിർമ്മിക്കുന്നു. ഓക്കെ, നിയമങ്ങൾ നിർമ്മിക്കുന്നു. കാര്യനിർവഹണ വിഭാഗം എന്ത് ചെയ്യുന്നു? അവ നടപ്പിലാക്കുന്നു. നീതിന്യായ വിഭാഗം നിയമങ്ങളെ സംരക്ഷിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അടുത്തത് ഇന്ത്യയിലെ പാർലമെന്ററി എക്സിക്യൂട്ടീവിനെ കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ള ഭാഗമാണ്. ഇന്ത്യയിലെ പാർലമെന്ററി എക്സിക്യൂട്ടീവ്. അപ്പോൾ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശാഖയാണ് എന്ത്? എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഒരു പാർലമെന്ററി എക്സിക്യൂട്ടീവ് വ്യവസ്ഥയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ 2 തരത്തിലുള്ള എക്സിക്യൂട്ടീവ് ആണ് ഉള്ളത്. കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ എന്നിവരാണ് കേന്ദ്ര എക്സിക്യൂട്ടീവ് അഥവാ യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? രാഷ്ട്രപതി,
ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ തുടങ്ങിയവയാണ് കേന്ദ്ര എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഇനി ഗവർണർ, മുഖ്യമന്ത്രി, മന്ത്രിസഭ എന്നിവ അടങ്ങിയതാണ് സംസ്ഥാനങ്ങളിലെ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ കാര്യനിർവഹണ വിഭാഗത്തിലെ ഓരോ ആളുകളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യത്തേത് രാഷ്ട്രപതിയുടെ അധികാരങ്ങളും സ്ഥാനവും ചർച്ച ചെയ്യുക. അപ്പോൾ രാഷ്ട്രപതിയെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ തലവനാണ് രാഷ്ട്രപതി. ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ തലവനാണ് രാഷ്ട്രപതി. കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും ആരിൽ നിക്ഷിപ്തമാണ്? രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. ഓക്കെ, കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. എങ്കിലും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ അധികാരം നാമമാത്രമാണ്. രാഷ്ട്രപതി 5 വർഷ കാലാവധിക്കാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഓക്കെ, രാഷ്ട്രപതിയുടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ് കേട്ടോ. 5 വർഷത്തെ കാലാവധിക്കാണ് രാഷ്ട്രപതി തിരഞ്ഞെടുക്കപ്പെടുന്നത്. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പരോക്ഷമായാണ്. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ അടങ്ങുന്ന ഒരു ഇലക്ട്രൽ കോളേജാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ താഴെ തന്നിട്ടുള്ളത് രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് പ്രസ്താവന ഏത് എന്നൊക്കെ ചോദ്യം വരാം. അപ്പോൾ നോക്കുക, പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ അടങ്ങുന്ന ഒരു ഇലക്ടറൽ കോളേജാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത്. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയനുസരിച്ച് ഏക കൈമാറ്റ വോട്ട് വഴിയാണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാഷ്ട്രപതിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം പാർലമെന്റിന് മാത്രമേ ഉള്ളൂ. ഈ നടപടിയാണ് ഇംപീച്ച്മെന്റ് എന്നറിയപ്പെടുന്നത്. ഭരണഘടനാ ലംഘനത്തിന് മാത്രമേ രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യാൻ പാടുള്ളൂ. ഈ നടപടിക്രമത്തിന് പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. അപ്പോൾ ഭരണഘടനാ ലംഘനത്തിന് മാത്രമാണ് രാഷ്ട്രപതിയെ നീക്കം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ തലവനാണ് രാഷ്ട്രപതി. കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. രാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷമാണ്. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പരോക്ഷമായാണ്. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ അടങ്ങുന്ന ഒരു ഇലക്ടറൽ കോളേജാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത്. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയനുസരിച്ച് ഏക കൈമാറ്റ വോട്ട് വഴിയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. രാഷ്ട്രപതിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം പാർലമെന്റിന് മാത്രമേ ഉള്ളൂ. ഇതിനുള്ള നടപടിയാണ് എന്ത്? ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. ഭരണഘടനാ ലംഘനത്തിന് മാത്രമാണ് രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യാനുള്ള നടപടിക്രമം സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഈ നടപടിക്രമത്തിന് ഒരു പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. ഓക്കെ, ഇനി രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ നമുക്ക് നോക്കാം. രാഷ്ട്രപതിക്ക് വിപുലമായ അധികാരങ്ങളുണ്ട്. കാര്യനിർവഹണപരവും നിയമനിർമ്മാണപരവും നീതിന്യായപരവും അടിയന്തരവുമായ അധികാരങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. എന്തൊക്കെയാണ്? കാര്യനിർവഹണപരവും നിയമനിർമ്മാണപരവും നീതിന്യായപരവും അടിയന്തരവുമായിട്ടുള്ള അധികാരങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഈ അധികാരങ്ങൾ രാഷ്ട്രപതി ഉപയോഗിക്കേണ്ടത് മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ചാണ്. ഓക്കെ, അപ്പോൾ മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ചാണ് രാഷ്ട്രപതി അധികാരങ്ങളെല്ലാം ഉപയോഗിക്കേണ്ടത്. ഭരണഘടനയിലെ 74(1) വകുപ്പ് അനുസരിച്ച് രാഷ്ട്രപതിയെ സഹായിക്കുവാനും ഉപദേശിക്കുവാനും പ്രധാനമന്ത്രി തലവനായ ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം. അപ്പോൾ ഏതാണ് ആർട്ടിക്കിൾ? 74(1) വകുപ്പ് അനുസരിച്ച് രാഷ്ട്രപതിയെ സഹായിക്കുവാനും ഉപദേശിക്കുവാനും പ്രധാനമന്ത്രി തലവനായിട്ടുള്ള ഒരു മന്ത്രിസഭ വേണം. ആ ഉപദേശമനുസരിച്ചായിരിക്കണം അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കേണ്ടത്. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. ഇനി രാഷ്ട്രപതിയുടെ വിവേചന അധികാരങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. 3 സാഹചര്യങ്ങളിൽ രാഷ്ട്രപതിക്ക് അദ്ദേഹത്തിന്റെ വിവേചന അധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ 3 സാഹചര്യങ്ങളിലാണ് പ്രയോഗിക്കാവുന്നത്. ഏതൊക്കെയാണ്? ഒന്നാമതായി, മന്ത്രിസഭ നൽകിയ ഉപദേശം പുനർപരിശോധന നടത്തുന്നതിനായി തിരിച്ചയക്കുന്നതിനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. മന്ത്രിസഭ നൽകിയ ഉപദേശത്തെ പുനർപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാൻ വേണ്ടിയിട്ടുള്ള അധികാരം ആർക്കുണ്ട്? രാഷ്ട്രപതിക്കുണ്ട്. എന്നാൽ ഒരിക്കൽ തിരിച്ചയക്കുന്ന ഉപദേശം പുനഃപരിശോധനയ്ക്ക് ശേഷം വീണ്ടും സമർപ്പിക്കപ്പെടുകയാണെങ്കിൽ അതിന് അംഗീകാരം നൽകാൻ രാഷ്ട്രപതി ബാധ്യസ്ഥനാണ്. ഒരിക്കൽ തിരിച്ചയച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അയച്ചു തന്നു കഴിഞ്ഞാൽ അതിനുള്ളത് കറക്റ്റായിട്ട് അംഗീകാരം നൽകണം. ആര്? രാഷ്ട്രപതി. ഓക്കെ, അപ്പോൾ ഒന്നാമതായിട്ട് മന്ത്രിസഭ നൽകിയ ഉപദേശം പുനർപരിശോധന നടത്തുന്നതിനായിട്ട് തിരിച്ചയക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. പക്ഷെ ഒരിക്കൽ തിരിച്ചയക്കുന്ന ഉപദേശം പുനഃപരിശോധനയ്ക്ക് ശേഷം വീണ്ടും സമർപ്പിക്കപ്പെട്ടാൽ അതിന് അംഗീകാരം നൽകാൻ ആര് ബാധ്യസ്ഥനാണ്? രാഷ്ട്രപതി ബാധ്യസ്ഥനാണ്. ഇനി രണ്ടാമത്തെ പ്രവർത്തിക്കുന്നത് ഏതിലാണ്? രണ്ടാമതായി, രാഷ്ട്രപതിക്ക് വീറ്റോ അധികാരമുണ്ട്.
അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ വീറ്റോ അധികാരമുള്ളത് ആർക്കാണ് എന്ന് ചോദിക്കാം. വീറ്റോ അധികാരമുള്ളത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. രണ്ടാമതായി രാഷ്ട്രപതിക്ക് വീറ്റോ അധികാരമുണ്ട്. അതുപ്രകാരം അദ്ദേഹത്തിന് പാർലമെന്റ് പാസാക്കിയ ബില്ലുകൾ തടഞ്ഞു വയ്ക്കുകയോ അനുമതി നിഷേധിക്കുകയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ രാഷ്ട്രപതിക്ക് വീറ്റോ അധികാരമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പാർലമെന്റ് പാസാക്കിയ ബില്ലുകളെ തടഞ്ഞു വയ്ക്കുകയോ അനുമതി നിഷേധിക്കുകയോ ചെയ്യാം. മൂന്നാമതായി, തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാതെ വരുന്ന സന്ദർഭങ്ങളിൽ രാഷ്ട്രപതിക്ക് തന്റെ വിവേചനാധികാരം ഉപയോഗിക്കാം. അപ്പോൾ മൂന്നാമതായിട്ട്, തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാതെ വരുന്ന സന്ദർഭങ്ങളിൽ രാഷ്ട്രപതിക്ക് തന്റെ വിവേചനാധികാരം ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയാണ് രാഷ്ട്രപതിയുടെ വിവേചന അധികാരങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ രാഷ്ട്രപതിയെക്കുറിച്ച് കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി പ്രധാനമന്ത്രിയും മന്ത്രിസഭയുമാണ്. പ്രധാനമന്ത്രിയും മന്ത്രിസഭയും. കേന്ദ്ര മന്ത്രിസഭയുടെ തലവനാണ് ആര്? പ്രധാനമന്ത്രി. കേന്ദ്ര മന്ത്രിസഭയുടെ തലവനാണ് പ്രധാനമന്ത്രി. മന്ത്രിസഭയുടെ മേധാവി എന്ന നിലയിൽ ഗവൺമെന്റിലെ ഏറ്റവും പ്രമുഖനായ ഭരണാധികാരി പ്രധാനമന്ത്രിയാണ്. മന്ത്രിസഭയുടെ മേധാവി എന്ന നിലയിൽ ഗവൺമെന്റിലെ ഏറ്റവും പ്രമുഖനായ ഭരണാധികാരി ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയിലെ യഥാർത്ഥ എക്സിക്യൂട്ടീവ് അധികാരം കൈയാളുന്നത് ഇദ്ദേഹമാണ്. എക്സിക്യൂട്ടീവ് അധികാരം ആരിലാണ്? പ്രധാനമന്ത്രിയിലാണ്. പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ലോകസഭയിൽ ഭൂരിപക്ഷം ലഭിക്കുന്ന കക്ഷിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ നേതാവിനെ രാഷ്ട്രപതിയായി മന്ത്രിസഭ രൂപീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. പ്രധാനമന്ത്രിക്ക് ലോക്സഭയിൽ ഭൂരിപക്ഷ പിന്തുണ ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, പ്രധാനമന്ത്രിക്ക് ലോക്സഭയിൽ ഭൂരിപക്ഷ പിന്തുണ ഉണ്ടായിരിക്കേണ്ടതാണ്. ഭൂരിപക്ഷ പിന്തുണ നഷ്ടപ്പെടുന്ന നിമിഷത്തിൽ തന്നെ പ്രധാനമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ പദവി നഷ്ടപ്പെടുന്നു. അപ്പോൾ ലോക്സഭയിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രധാനമന്ത്രിക്ക് അധികാരത്തിൽ തുടരാനായിട്ട് പറ്റുള്ളൂ. ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന നിമിഷത്തിൽ തന്നെ പ്രധാനമന്ത്രിക്ക് എന്താണ്? അദ്ദേഹത്തിന്റെ പദവി നഷ്ടപ്പെടുന്നു. പ്രധാനമന്ത്രിയാണ് സർക്കാർ രൂപീകരിക്കുന്നത്. മന്ത്രിസഭയിലെ മന്ത്രിമാർ ആരെല്ലാം ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നതും ആര് തന്നെയാണ്? പ്രധാനമന്ത്രി തന്നെയാണ്. ഓക്കെ, മന്ത്രിസഭയിലെ മന്ത്രിമാർ ആരെല്ലാമാണെന്ന് തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. മന്ത്രിമാരുടെ ഔദ്യോഗിക സ്ഥാനവും വകുപ്പുകളും പ്രധാനമന്ത്രി അനുവദിക്കുന്നത്. മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ഓക്കെ, മന്ത്രിമാരുടെ ഔദ്യോഗിക സ്ഥാനം എത്രാമത് റാങ്കാണ് എന്നൊക്കെ തീരുമാനിക്കുന്ന വകുപ്പുകളും പ്രധാനമന്ത്രിയാണ് അനുവദിക്കുന്നത്. മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിന്റെ ചെയർമാൻ. ഓക്കെ, നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ അംഗീകാരമില്ലാതെ ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ പറ്റില്ല. ഇനി ഇന്ത്യ ഗവൺമെന്റിൽ പ്രധാനമന്ത്രിയുടെ സ്ഥാനം സുപ്രധാനമാണ്. പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റതിനു ശേഷം മാത്രമാണ് എന്ത് രൂപീകരിക്കുന്നത്? മന്ത്രിസഭ രൂപീകരിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റതിനു ശേഷം മാത്രമാണ് മന്ത്രിസഭ രൂപീകരിക്കപ്പെടുന്നത്. മന്ത്രിസഭയെയും രാഷ്ട്രപതിയെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് പ്രധാനമന്ത്രി. നമ്മൾ രാഷ്ട്രപതി പഠിച്ചപ്പോൾ പറഞ്ഞല്ലോ, മന്ത്രിസഭയിലെ പ്രധാനമന്ത്രിയുടെയൊക്കെ ഉപദേശപ്രകാരമാണ് രാഷ്ട്രപതി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ മന്ത്രിസഭയെയും രാഷ്ട്രപതിയെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് പ്രധാനമന്ത്രി. അതുപോലെ മന്ത്രിസഭയെയും പാർലമെന്റിനെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയായിട്ട് പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ചില ഏകോപന ചുമതലകളും നിർവഹിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? പാർലമെന്ററി ജനാധിപത്യത്തിൽ യഥാർത്ഥ ഭരണാധികാരി പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ വിപുലവും ശക്തവുമാണ്. ഓക്കെ, അപ്പോൾ പ്രധാനമന്ത്രിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി മന്ത്രിസഭ എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഉപദേശമനുസരിച്ച് രാഷ്ട്രപതിയാണ് കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിമാരെ നിയമിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഉപദേശമനുസരിച്ച് രാഷ്ട്രപതിയാണ് കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിമാരെ നിയമിക്കുന്നത്. മന്ത്രിയാകുന്ന ഒരാൾ പാർലമെന്റിലെ അംഗമായിരിക്കണം. അല്ലാത്ത പക്ഷം മന്ത്രിയായി നിയമിതനാകുന്നത് മുതൽ 6 മാസത്തിനകം പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കണം. ഓക്കെ, ഇനി കേന്ദ്ര മന്ത്രിസഭയിൽ 3 തരത്തിലുള്ള മന്ത്രിമാരാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ക്യാബിനറ്റ് മന്ത്രിമാർ, സഹമന്ത്രിമാർ, ഉപമന്ത്രിമാർ. ഓക്കെ, കേന്ദ്ര മന്ത്രിസഭയിൽ 3 തരത്തിലുള്ള മന്ത്രിമാരാണുള്ളത്. ക്യാബിനറ്റ് മന്ത്രിമാർ, സഹമന്ത്രിമാർ, ഉപമന്ത്രിമാർ. അടുത്തത് നോക്കാം, സ്ഥിരം എക്സിക്യൂട്ടീവിനെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, സ്ഥിരം എക്സിക്യൂട്ടീവിനെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. നയങ്ങൾ രൂപീകരിക്കാൻ മന്ത്രിമാരെ സഹായിക്കുകയും ആ നയങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥ വിഭാഗത്തെയാണ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്. അപ്പോൾ ബ്യൂറോക്രസി എന്ന് വെച്ചാൽ എന്താണ്? നയങ്ങൾ രൂപീകരിക്കാൻ മന്ത്രിമാരെ സഹായിക്കുകയും
ആ നയങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥ വിഭാഗത്തെയാണ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്. ഇതിനെ സിവിൽ സർവീസ് എന്നും വിളിക്കുന്നുണ്ട്. ഓക്കെ, സിവിൽ സർവീസ് അല്ലെങ്കിൽ ബ്യൂറോക്രസി. ഭരണകാര്യങ്ങളിൽ വൈദഗ്ധ്യവും പരിശീലനവും ഉള്ളവരാണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ. ആധുനിക കാലത്തെ ഭരണം കൂടുതൽ സാങ്കേതികത്വം നിറഞ്ഞതാണ്. ഈ സാഹചര്യത്തിൽ ഭരണനിർവഹണത്തിനു വേണ്ടി സാങ്കേതിക പരിജ്ഞാനവും പരിശീലനവും സിദ്ധിച്ച രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് സ്ഥിരമല്ല, എന്നാൽ നേരെ മറിച്ച് ബ്യൂറോക്രസി സ്ഥിരം എക്സിക്യൂട്ടീവ് ആണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടുന്ന ബ്യൂറോക്രസിക്ക് സ്ഥിരമായ ഔദ്യോഗിക കാലാവധിയുണ്ട്. ബ്യൂറോക്രസി രാഷ്ട്രീയ നിഷ്പക്ഷത പുലർത്തേണ്ടതാണ്. കാര്യങ്ങളിൽ ബ്യൂറോക്രസി രാഷ്ട്രീയ നിലപാട് എടുക്കാൻ പാടില്ല എന്നതാണ് ഇതിനർത്ഥം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. അടുത്തത്, ഇന്ത്യൻ സിവിൽ സർവീസ് വിഭാഗങ്ങൾ ഏതെല്ലാം? സിവിൽ സർവീസിലെ വർഗീകരണം സിവിൽ സർവീസിന്റെ സ്വഭാവത്തെയും അതിന്റെ ജോലിയുടെയും ഉത്തരവാദിത്വത്തെയും കണക്കിലെടുത്ത് അതിനെ 3 വിഭാഗങ്ങളായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? ഇന്ത്യൻ സിവിൽ സർവീസിനെ 3ആയിട്ട് തിരിക്കാം. അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. അപ്പോൾ ഇതിന്റെ ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസിനെ കുറിച്ച് നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോസ് വേണമെങ്കിൽ കാണാം കേട്ടോ, നിങ്ങൾക്ക് അപ്പോൾ അത് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റുകളുടെയും ആവശ്യത്തിനായി ഇന്ത്യയിലെ ഏതെങ്കിലും പ്രദേശത്തോ സംസ്ഥാനത്തോ നിയമിതനാകുന്ന ഉന്നത ഉദ്യോഗസ്ഥരാണ് അഖിലേന്ത്യാ സർവീസിൽ ഉൾപ്പെടുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റുകളുടെയും ആവശ്യത്തിനായിട്ട് ഇന്ത്യയിലെ ഏതെങ്കിലും പ്രദേശത്തോ സംസ്ഥാനത്തോ നിയമിതനാകുന്ന ഉന്നത ഉദ്യോഗസ്ഥരാണ് അഖിലേന്ത്യാ സർവീസിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾ, അഖിലേന്ത്യാ സർവീസിന് എക്സാമ്പിളാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് IAS, ഇന്ത്യൻ പോലീസ് സർവീസ് IPS. ഓക്കെ, അപ്പോൾ IASഉം IPSഉം അഖിലേന്ത്യാ സർവീസിന് എക്സാമ്പിളാണ്. അടുത്തത് കേന്ദ്ര സർവീസ്. കേന്ദ്ര സർവീസ് എന്ന് പറയുമ്പോൾ യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളുടെ ഭരണനിർവഹണം നടത്തുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഒരു വിഭാഗമാണ് കേന്ദ്ര സർവീസായി അറിയപ്പെടുന്നത്. കേന്ദ്ര സർവീസിലെ ഉദ്യോഗസ്ഥന്മാർ കേന്ദ്ര ഗവൺമെന്റിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. ഓക്കെ, യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളുടെ ഭരണനിർവഹണം നടത്തുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഒരു വിഭാഗമാണ് കേന്ദ്ര സർവീസായി അറിയപ്പെടുന്നത്. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്. ഓക്കെ, ഇന്ത്യൻ ഫോറിൻ സർവീസ് IFS, ഇന്ത്യൻ റവന്യൂ സർവീസ് ഓക്കെ IRS. അപ്പോൾ ഇതൊക്കെയാണ് കേന്ദ്ര സർവീസിന് എക്സാമ്പിൾ. അടുത്തത് സംസ്ഥാന സർവീസ്. സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളുടെ ഭരണനിർവഹണം നടത്തുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ വിഭാഗമാണ് സംസ്ഥാന സർവീസ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? സംസ്ഥാന വിൽപ്പന നികുതി സർവീസ്, സംസ്ഥാന സിവിൽ സർവീസ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ഓക്കെ, സംസ്ഥാന വിൽപ്പന നികുതി സർവീസ്, സംസ്ഥാന സിവിൽ സർവീസ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് സർവീസ് എന്നിവ സംസ്ഥാന സർവീസിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ 3rd ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ 5ാമത്തെ ചാപ്റ്ററാണ് ഓക്കെ നിയമനിർമ്മാണ സഭ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നോക്കുക, പാർലമെന്റിലെ സ്ഥിരം സഭ ഏതാണ്? പാർലമെന്റിലെ സ്ഥിരം സഭ ഏതാണ്? രാജ്യസഭയാണ് കേട്ടോ. പാർലമെന്റിലെ സ്ഥിരം സഭ രാജ്യസഭയാണ്. രാജ്യസഭാംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമാണ്. രാജ്യസഭാംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 6 വർഷമാണ്. രാജ്യസഭയിലേക്ക് പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യുന്ന അംഗബലം എത്രയാണ്? 12 ആണ് കേട്ടോ. രാജ്യസഭയിലേക്ക് പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യുന്ന അംഗബലം 12 ആണ്. പാർലമെന്റിലെ ഏത് സഭയ്ക്കാണ് ധനബിൽ ആരംഭിക്കാനും ഭേദഗതി ചെയ്യാനുമുള്ള അധികാരമുള്ളത്? പാർലമെന്റിലെ ഏത് സഭയ്ക്കാണ് ധനബിൽ ആരംഭിക്കാനും ഭേദഗതി ചെയ്യാനുള്ള അധികാരമുള്ളത്? ലോക്സഭയ്ക്കാണ് കേട്ടോ. അപ്പോൾ പാർലമെന്റിലെ സ്ഥിരം സഭ രാജ്യസഭയാണ്. രാജ്യസഭയുടെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭയിലേക്ക് പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങളുടെ എണ്ണം 14 ആണ്. പാർലമെന്റിലെ ഏത് സഭയ്ക്കാണ് ധനബിൽ ആരംഭിക്കാനും ഭേദഗതി ചെയ്യാനുമുള്ള അധികാരമുള്ളത്? ലോക്സഭയ്ക്കാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് രാജ്യസഭയെക്കുറിച്ചും ലോക്സഭയെക്കുറിച്ചും നോക്കാം. രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങൾ എന്തെല്ലാമാണ്? സംസ്ഥാന ലിസ്റ്റിൽ ഉള്ള ഏതെങ്കിലും വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താൽപര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റാൻ കേന്ദ്ര പാർലമെന്റ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം ലഭിച്ചിരിക്കണം. അപ്പോൾ രാജ്യസഭയുടെ പ്രത്യേക അധികാരമാണ് നമ്മൾ പറയുന്നത്. സംസ്ഥാന ലിസ്റ്റിലുള്ള ഏതെങ്കിലും വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താൽപര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റണമെങ്കിൽ എന്ത് വേണം? രാജ്യസഭയുടെ അംഗീകാരം ലഭിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. അതാണ് അധികാരം. ഇനി ലോക്സഭയുടെ പ്രത്യേക അധികാരങ്ങളാണ് ധനബില്ലുകളുടെ മേലുള്ള നിയന്ത്രണം. ഓക്കെ, ധനബില്ലുകളുടെ മേലുള്ള നിയന്ത്രണം ലോക്സഭയ്ക്കാണ്.
ധനബില്ലുകൾ അവതരിപ്പിക്കാനോ നിരാകരിക്കാനോ ഭേദഗതി ചെയ്യാനോ ഉള്ള അധികാരം രാജ്യസഭയ്ക്കില്ല, അത് ലോക്സഭയ്ക്കാണ്. അതുപോലെ മന്ത്രിസഭയ്ക്ക് ഉത്തരവാദിത്വമുള്ളത് ലോക്സഭയോടായിരിക്കും. ഓക്കെ, മന്ത്രിസഭയ്ക്ക് ഉത്തരവാദിത്വം ആരോടായിരിക്കും? ലോക്സഭയോടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ അതുപോലെ വായിച്ച് പഠിച്ച് വെച്ചേക്കാം കേട്ടോ, മനസ്സിലാക്കി വെക്കുക. നമുക്ക് എന്തായാലും ആവശ്യം വരുന്ന ഭാഗമാണ്. ഓക്കെ, ധനബില്ലുകളുടെ മേലുള്ള നിയന്ത്രണം ലോകസഭയ്ക്കാണ്. അപ്പോൾ താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ടത് ഏത്, അല്ലെങ്കിൽ ലോക്സഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏത്, അല്ലെങ്കിൽ ശരിയായത് ഏത് എന്നൊക്കെ വന്നിട്ട് നമുക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ധനബില്ലുകളുടെ മേലുള്ള നിയന്ത്രണം ലോക്സഭയ്ക്കാണ്. ധനബില്ലുകൾ അവതരിപ്പിക്കാനോ നിരാകരിക്കാനോ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ലോക്സഭയ്ക്കാണ്. മന്ത്രിസഭയ്ക്ക് ഉത്തരവാദിത്തമുള്ളത് ആരോടായിരിക്കും? ലോക്സഭയോടായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം. അടുത്ത ചോദ്യം, എങ്ങനെയാണ് പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തുന്നത്? ഓക്കെ, പാർലമെന്റിൽ എങ്ങനെയാണ് നിയമനിർമ്മാണം നടത്തുന്നത്? നിയമനിർമ്മാണം നടത്തുക എന്നതാണ് നിയമസഭയുടെ അടിസ്ഥാന ധർമ്മം. നിയമസഭയുടെ അടിസ്ഥാന ധർമ്മമാണ് നിയമനിർമ്മാണം നടത്തുക എന്നുള്ളത്. ഒരു ബില്ല് ഇരു സഭകളിലും പാസ്സായതിനു ശേഷം പ്രസിഡന്റ് അതിൽ ഒപ്പുവെക്കുന്നതോട് കൂടിയിട്ടാണ് ആ ബില്ല് നിയമമായിട്ട് മാറുന്നത്. ഓക്കെ, ഇരു സഭകളിലും രാജ്യസഭയിലും ലോക്സഭയിലും പാസ്സായതിനു ശേഷം ആര് ഒപ്പുവെക്കണം? പ്രസിഡന്റ് ഒപ്പുവെച്ച് കഴിയുമ്പോഴാണ് ആ ബില്ല് നിയമമായിട്ട് മാറുന്നത്. നിയമനിർമ്മാണ പ്രക്രിയയ്ക്ക് ചില നിശ്ചിത നടപടിക്രമങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിലെ നിയമനിർമ്മാണ പ്രക്രിയ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യം ഒന്നാം വായന. ഒന്നാം വായന എന്നറിയപ്പെടുന്നത് ബില്ലിന്റെ അവതരണ ഘട്ടമാണ്. ബില്ല് അവതരിപ്പിക്കുന്നതിനെയാണ് ഒന്നാം വായന, ഫസ്റ്റ് റീഡിംഗ് എന്ന് പറയുന്നത്. സഭയുടെ അനുമതി വാങ്ങിയ ശേഷം ഒരു വിശദീകരണ പ്രസ്താവനയോടുകൂടി ഏതെങ്കിലും അംഗം ബില്ല് അവതരിപ്പിക്കുന്നതിനെയാണ് ഒന്നാം വായന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഒരു നിയമനിർമ്മാണ പ്രക്രിയ നടക്കുന്നതിന്റെ ഘട്ടമാണ് പറയുന്നത്. ആദ്യത്തേത് എന്താണ്? ഒന്നാം വായന, അതായത് ബില്ല് അവതരിപ്പിക്കുന്നതാണ് ഒന്നാം വായന. ഇനി രണ്ടാം വായന അല്ലെങ്കിൽ സെക്കൻഡ് റീഡിംഗ് എന്ന് പറയുന്നത് ബില്ലിന്റെ രണ്ടാം ഘട്ടമാണ് രണ്ടാം വായന. ഈ ഘട്ടത്തിൽ ബില്ലിന്റെ അടിസ്ഥാന തത്വങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. ഓക്കെ, ആദ്യം ബില്ല് വായിക്കുന്നു, ദെൻ ബില്ലിന്റെ അടിസ്ഥാന തത്വങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. ബില്ല് ഒരു സെലക്ട് കമ്മിറ്റിക്കോ രണ്ട് സഭകളുടെയും സംയുക്ത സെലക്ട് കമ്മിറ്റിക്കോ പരിഗണിക്കാനായി അയക്കുന്നതിന് ആവശ്യപ്പെടും. അതാണ് രണ്ടാം വായന എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കമ്മിറ്റി ഘട്ടം. കമ്മിറ്റി ഘട്ടം എന്ന് പറയുമ്പോൾ ബില്ലിലെ വ്യവസ്ഥകൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് സൂക്ഷ്മമായി പഠിക്കുന്ന കമ്മിറ്റി അംഗങ്ങൾ സഭയിൽ ചർച്ച ചെയ്യുന്നതിനുള്ള റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ഓക്കെ, കമ്മിറ്റി ഘട്ടം അല്ലെങ്കിൽ കമ്മിറ്റി സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ബില്ലിലെ വ്യവസ്ഥകൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് സൂക്ഷ്മമായി പഠിക്കുന്ന കമ്മിറ്റി അംഗങ്ങൾ എന്ത് ചെയ്യും? സഭയിൽ ചർച്ച ചെയ്യുന്നതിനുള്ള റിപ്പോർട്ട് തയ്യാറാക്കുക. അതിനാണ് കമ്മിറ്റി ഘട്ടം എന്ന് പറയുന്നത്. ഇനി റിപ്പോർട്ട് തയ്യാറാക്കുന്നു. റിപ്പോർട്ട് ഘട്ടം, അടുത്തത് റിപ്പോർട്ട് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ബില്ലിന്റെ നാലാം ഘട്ടമാണ് റിപ്പോർട്ട് ഘട്ടം. അപ്പോൾ ഓരോ ഘട്ടം പഠിച്ചു വെക്കുക കേട്ടോ. ബില്ലിലെ ഓരോ വ്യവസ്ഥയും ഭേദഗതികളടക്കം ചർച്ച ചെയ്ത് വോട്ടിന് ഇടുന്നു. ഓക്കെ, ബില്ലിലെ ഓരോ വ്യവസ്ഥയും എന്ത് ചെയ്യുന്നു? ഭേദഗതികളടക്കം ചർച്ച ചെയ്തിട്ട് വോട്ടിനിടുന്നു. ഈ ഘട്ടത്തിലാണ് സാരമായ പല മാറ്റങ്ങളും ബില്ലിന് സംഭവിക്കുന്നത് എന്നതിനാൽ അവതരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് റിപ്പോർട്ട് ഘട്ടം. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ നിയമനിർമ്മാണ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ഏതാണ്? റിപ്പോർട്ട് ഘട്ടമാണ് കേട്ടോ, റിപ്പോർട്ട് ഘട്ടം. അടുത്തത് മൂന്നാം വായന. മൂന്നാം വായനയാണ് അന്തിമഘട്ടം. അപ്പോൾ ഇന്ത്യൻ നിർമ്മാണ പ്രക്രിയയിലെ അന്തിമഘട്ടം ഏതാണ്? മൂന്നാം വായനയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ഏതാണ്? റിപ്പോർട്ട് ഘട്ടമാണ്. ഓക്കെ, കാര്യമായ മാറ്റങ്ങളൊന്നും ഈ ഘട്ടത്തിൽ ബില്ലിൽ വരുത്താറില്ല. ഭേദഗതികൾ മാത്രം ഉന്നയിച്ച് പെട്ടെന്ന് പറഞ്ഞു തീർക്കും. ചർച്ചയുടെ അവസാനം ബിൽ വോട്ടിങ്ങിനിടും. ഹാജരായ അംഗങ്ങളിൽ ഭൂരിപക്ഷം പേരും അനുകൂലമായി വോട്ട് ചെയ്യുകയാണെങ്കിൽ സഭ ബില്ല് അംഗീകരിച്ചതായി കണക്കാക്കും. പിന്നീട് ബില്ല് രണ്ടാമത്തെ സഭയിലേക്ക് അയക്കും. ആ സഭയിലും ബില്ല് പാസ്സാകുകയാണെങ്കിൽ പ്രസിഡന്റ് അനുമതി നൽകുന്നതോട് കൂടിയിട്ടാണ് ബില്ല് നിയമമാകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്ത്യൻ നിയമനിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓരോ ഘട്ടവും മനസ്സിലായല്ലോ. ആദ്യം ഒന്നാം വായന, ദെൻ രണ്ടാം വായന, കമ്മിറ്റി ഘട്ടം, റിപ്പോർട്ട് ഘട്ടം, മൂന്നാം വായന. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ഏതാണ്? റിപ്പോർട്ട് ഘട്ടമാണ്. ഏറ്റവും അവസാനത്തെ ഘട്ടം മൂന്നാം വായനയാണ്. ഓക്കെ, അടുത്തത് എങ്ങനെയാണ് പാർലമെന്റ് എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നത്? പാർലമെന്റ് എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നത്. എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കാൻ പാർലമെന്റിന് പല മാർഗങ്ങളുണ്ട്. അവ താഴെ നൽകുന്നു. എന്തൊക്കെയാണ്? പാർലമെന്ററി നിയന്ത്രണത്തിനുള്ള ഉപകരണങ്ങൾ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ താഴെ തന്നിട്ടുള്ളവയിൽ പാർലമെന്ററി നിയന്ത്രണത്തിലുള്ള ഉപകരണങ്ങൾ ഏതെല്ലാം, അല്ലെങ്കിൽ ശരിയായിട്ടുള്ളത് ഏത് എന്നൊക്കെ ചോദിക്കാം. പര്യാലോചനകളും ചർച്ചകളും
നിയമങ്ങൾക്ക് അനുമതി നൽകൽ അല്ലെങ്കിൽ നിരാകരിക്കൽ, ധനപരമായ നിയന്ത്രണം, അവിശ്വാസ പ്രമേയം. അപ്പോൾ പാർലമെന്ററി നിയന്ത്രണത്തിനുള്ള ഉപകരണങ്ങൾ, ഓക്കെ, പാർലമെന്ററി നിയന്ത്രണത്തിനുള്ള ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? പര്യാലോചനകളും ചർച്ചകളും, നിയമങ്ങൾക്ക് അനുമതി നൽകൽ അല്ലെങ്കിൽ നിരാകരിക്കൽ, ധനപരമായ നിയന്ത്രണം, അവിശ്വാസ പ്രമേയം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്തത് ഗാഢമായ ആലോചനകളും ചർച്ചകളും. ഓക്കെ, അപ്പോൾ എന്താണ് ആലോചനകളും ചർച്ചകളും എന്ന് പറയുന്നത്? അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും, അതായത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ പാർലമെന്ററി നിയന്ത്രണത്തിലുള്ള ഉപകരണങ്ങൾ, ആ ഉപകരണങ്ങൾ ഓരോന്നും നമ്മൾ ചർച്ച ചെയ്യാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തേത് എന്താണ്? ഗാഢമായ ആലോചനകളും ചർച്ചകളും എന്ന് പറയുന്ന ഉപകരണമാണ്. അപ്പോൾ നിയമനിർമ്മാണ പ്രക്രിയ സമയത്ത് സഭയിലെ മെമ്പർമാർക്ക് പര്യാലോചനകൾക്കായി അവസരം ലഭിക്കുന്നുണ്ട്. ഇതിനു പുറമെ സഭയിൽ പൊതുചർച്ച വേളയിൽ നിയന്ത്രണങ്ങൾ ചെയ്യാനുള്ള അവസരം കൈവരുന്നു. ചോദ്യോത്തര വേളയിൽ മെമ്പർമാർ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് അതാത് വകുപ്പ് മന്ത്രിമാർ മറുപടി പറയേണ്ടതുണ്ട്. ചോദ്യോത്തര വേളയിൽ മെമ്പർമാർ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് അതാത് വകുപ്പ് മന്ത്രിമാർ മറുപടി പറയേണ്ടതുണ്ട്. ശൂന്യവേളയിൽ മെമ്പർമാർക്ക് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ചോദ്യം ഉന്നയിക്കാൻ അവസരമുണ്ട്. ചില സന്ദർഭങ്ങൾ സ്പീക്കറുടെ അനുമതി ഉണ്ടെങ്കിൽ സഭാ നടപടികൾ നിർത്തിവച്ച് അടിയന്തര പ്രമേയത്തിന് അവസരം നൽകാറുണ്ട്. സർക്കാരിനെ കാര്യനിർവഹണ വിഭാഗത്തിനും മന്ത്രിസഭയ്ക്കുമേൽ ജാഗരൂകരായിരിക്കാൻ ഉള്ള ഏറ്റവും ഫലപ്രദമായ ഒരു ഉപാധിയായി ചോദ്യോത്തര വേള ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഇവിടെ ഗാഢമായ ആലോചനകളും ചർച്ചകളും എന്ന് വെച്ചാൽ എന്താണ്? നിയമനിർമ്മാണ പ്രക്രിയയുടെ സമയത്ത് സഭയിലെ മെമ്പർമാർക്ക് പര്യാലോചനകൾക്ക് വേണ്ടിയിട്ട് സമയം ലഭിക്കും. അതുപോലെ തന്നെ പൊതു ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് നിയന്ത്രണങ്ങൾ ചെയ്യാനുള്ള അവസരം കൈവരുന്നു. ഇനി ചോദ്യോത്തര വേളയിൽ മെമ്പർമാർ ഉയർത്തുന്ന പല ചോദ്യങ്ങൾക്കും അതത് വകുപ്പിലെ മന്ത്രിമാർ എന്ത് ചെയ്യണം? മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അതുപോലെ ശൂന്യവേളയിൽ മെമ്പർമാർക്ക് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ചോദ്യം ഉന്നയിക്കാനുള്ള അവസരങ്ങളുണ്ട്. ചില സന്ദർഭങ്ങളിൽ സ്പീക്കറുടെ അനുമതി ഉണ്ടെങ്കിൽ സഭാ നടപടികൾ നിർത്തിവച്ചിട്ട് അടിയന്തര പ്രമേയത്തിന് അവസരം നൽകാറുണ്ട്. സർക്കാരിനെ കാര്യനിർവഹണ വിഭാഗത്തിനും മന്ത്രിസഭയ്ക്കുമേൽ ജാഗരൂകരായിരിക്കാൻ ഉള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു ഉപാധിയാണ് ചോദ്യോത്തരവേള എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഉപകരണം നിയമങ്ങൾക്ക് അനുമതി നൽകൽ അല്ലെങ്കിൽ നിരാകരിക്കൽ. അല്ലെ, നമ്മൾ പറഞ്ഞു നിയമങ്ങൾക്ക് അനുമതി നൽകൽ അല്ലെങ്കിൽ നിരാകരിക്കൽ. ഇവിടെ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ഒരു ബില്ല് നിയമമാകണമെങ്കിൽ അതിന് അംഗങ്ങളുടെ അംഗീകാരം അല്ലെങ്കിൽ അനുമതി വേണം. ഓക്കെ, പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ഒരു ബില്ല് നിയമമാവണമെങ്കിൽ എന്ത് വേണം? അംഗങ്ങളുടെ അംഗീകാരം വേണം. ഇനി അനുമതി വേണം. സഭയിൽ വേണ്ടത്ര ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ബില്ല് പാസ്സാക്കിയെടുക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കില്ല. ഓക്കെ, ബില്ല് പാസ്സാക്കിയെടുക്കാൻ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ എന്താണ്? ബില്ല് പാസ്സാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതാണ് നിയമങ്ങൾക്ക് അനുമതി നൽകൽ അല്ലെങ്കിൽ നിരാകരിക്കൽ. അപ്പം അംഗങ്ങളുടെ അംഗീകാരം അല്ലെങ്കിൽ അനുമതി ഉണ്ടെങ്കിലാണ് പാർലമെന്റിൽ ഒരു ബില്ല് നിയമമാവാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അടുത്തത് ധനപരമായ നിയന്ത്രണം. ധനപരമായ നിയന്ത്രണം എന്ന് പറയുമ്പോൾ ബഡ്ജറ്റ് മുഖേനയാണ് ഗവൺമെന്റിന്റെ പരിപാടികൾ നടപ്പാക്കുന്നതിനുള്ള പണം കണ്ടെത്തുന്നത്. ബഡ്ജറ്റ് മുഖേനയാണ് ഗവൺമെന്റിന്റെ പരിപാടികൾ നടപ്പാക്കുന്നതിനുള്ള പണം കണ്ടെത്തുന്നത്. ധനപരമായ ഓരോ ആവശ്യങ്ങൾക്കും ബഡ്ജറ്റിൽ സംഖ്യ വകയിരുത്തും. ബഡ്ജറ്റ് തയ്യാറാക്കലും സഭയുടെ അംഗീകാരത്തിന് അവതരിപ്പിക്കലും സർക്കാരിന്റെ ഭരണഘടനാപരമായ കർത്തവ്യമാണ്. ബജറ്റ് സമയത്ത് എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കാൻ പാർലമെന്റിന് കഴിയും. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്നിവയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന്റെ ധനദുർവിനിയോഗത്തെ പറ്റി ലോക്സഭയ്ക്ക് അന്വേഷിക്കാം. അപ്പോൾ ധനപരമായ നിയന്ത്രണം എന്ന് പറയുമ്പോൾ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇനി അവിശ്വാസ പ്രമേയം. അവിശ്വാസ പ്രമേയം എന്ന് പറയുമ്പോൾ മന്ത്രിസഭയുടെ ചുമതലാ ബോധം ഉറപ്പാക്കുന്നതിന് പാർലമെന്റിനെ സഹായിക്കുന്ന മറ്റൊരു ശക്തമായ ആയുധമാണ് അവിശ്വാസ പ്രമേയം. ഭരിക്കുന്ന കക്ഷിക്ക് അല്ലെങ്കിൽ കൂട്ടുകക്ഷികൾക്ക് സഭയിൽ ഭൂരിപക്ഷം ഉള്ളിടത്തോളം കാലം സർക്കാരിനെ പുറത്താക്കുക എന്നത് സാങ്കല്പികം മാത്രമാണ്. സ്പീക്കറുടെ അനുമതി ഉണ്ടെങ്കിൽ അവിശ്വാസ പ്രമേയം സഭയിൽ അവതരിപ്പിക്കാൻ കഴിയും. അതിന്മേൽ ചർച്ചയ്ക്ക് ശേഷം വോട്ടിനിടുകയും ചെയ്യും. ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ലെങ്കിൽ ഗവൺമെന്റിന് രാജിവെക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അവിശ്വാസ പ്രമേയം എന്ന് പറയുന്നത് സ്പീക്കറുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമാണ് അവിശ്വാസ പ്രമേയം ഇവിടെ സഭയിൽ അവതരിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുശേഷം ചർച്ചയ്ക്ക് ശേഷം വോട്ടിനിട്ടിട്ട് ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഗവൺമെന്റിന് രാജിവെക്കേണ്ടി വരും. അതാണ് അവിശ്വാസ പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ. ആറാമത്തെ ചാപ്റ്റർ ആണ് നീതിന്യായ വിഭാഗം. ഓക്കെ, നീതിന്യായ വിഭാഗം അല്ലെങ്കിൽ ജുഡീഷ്യറി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ നോക്കാം, നമുക്ക് സുപ്രീം കോടതിയിലെയും
ഹൈക്കോടതികളിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ്? സുപ്രീം കോടതിയിലെയും ഹൈക്കോടതികളിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് കേട്ടോ. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. നമുക്ക് സ്വതന്ത്രമായ നീതിന്യായ വിഭാഗത്തിന്റെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമൂഹത്തിൽ വ്യക്തികൾ തമ്മിലും ഗ്രൂപ്പുകൾ തമ്മിലും വ്യക്തികളും ഗ്രൂപ്പുകളും ഭരണകൂടവുമായും തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയുള്ള തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവുമ്പോൾ നിലവിലുള്ള നിയമവാഴ്ചയ്ക്ക് അനുസൃതമായി ഒരു സ്വതന്ത്ര ഏജൻസി തീർപ്പ് കൽപ്പിക്കണം. അതുപോലെ നിയമവാഴ്ച സംരക്ഷിക്കാനും നിയമത്തിന്റെ പരമാധികാരം ഉറപ്പാക്കാനും നീതിന്യായ വിഭാഗം ആവശ്യമാണ്. ഓക്കെ, നിയമവാഴ്ച സംരക്ഷിക്കാനും നിയമത്തിന്റെ പരമാധികാരം ഉറപ്പാക്കാനും എന്ന് വേണം നീതിന്യായ വിഭാഗം അത്യാവശ്യമാണ്. നീതിന്യായ വിഭാഗം വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു, നിയമങ്ങളെ വ്യാഖ്യാനിക്കുകയും തങ്ങളുടെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളിൽ അത് പ്രയോഗിക്കുകയും ചെയ്യുന്നു. ഭരണഘടനയുടെയും അവകാശങ്ങളുടെയും കാവൽ ഭടനായി പ്രവർത്തിക്കാനും ഒരു സ്വതന്ത്ര ജുഡീഷ്യറി നിർബന്ധമാണ്. ഭരണഘടനയുടെയും അവകാശങ്ങളുടെയും കാവൽ ഭടനായി പ്രവർത്തിക്കാൻ ഒരു സ്വതന്ത്ര ജുഡീഷ്യറി നിർബന്ധമാണ്. ഓക്കെ, അടുത്ത നോക്കുക, നീതിന്യായ വിഭാഗത്തിന്റെ സ്വതന്ത്രത എങ്ങനെ സംരക്ഷിക്കാം? താഴെ പറയുന്ന മാർഗങ്ങളിലൂടെ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താം. അപ്പൊ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താൻ പറ്റുന്നത് എന്തിലൂടെയാണ്? 1. നിയമന രീതി. 2. നിശ്ചിതമായ ഔദ്യോഗിക കാലാവധി. 3. ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവ് തമ്മിലുള്ള വേർപെടുത്തൽ. 4. ജഡ്ജിമാരെ നീക്കം ചെയ്യൽ. 5. സാമ്പത്തിക ആശ്രയത്തിന്റെ അഭാവം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം നമുക്ക്. നിയമന രീതി. ഓക്കെ, മോഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് ന്യായാധിപന്മാരുടെ നിയമനത്തിൽ നിയമനിർമ്മാണ വിഭാഗത്തിന് പങ്കൊന്നുമില്ല. ഇന്ത്യയിൽ പ്രസിഡന്റ് ആണ് അവരെ നിയമിക്കുന്നത്. അപ്പോൾ നിയമന രീതി എന്ന് പറയുന്നത് ന്യായാധിപന്മാരുടെ നിയമനത്തിൽ ഒരിക്കലും നിയമനിർമ്മാണ വിഭാഗത്തിന് പങ്കില്ല. ആരാണ് നിയമിക്കുന്നത്? പ്രസിഡന്റ് ആണ് അവരെ നിയമിക്കുന്നത്. ഇനി നിശ്ചിതമായ ഔദ്യോഗിക കാലാവധി. ന്യായാധിപന്മാർക്ക് ഒരു നിശ്ചിത സേവന കാലപരിധി ഉണ്ടാവും. ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില സന്ദർഭങ്ങളിൽ അല്ലാതെ ഏതൊരു ന്യായാധിപന്മാരും തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ പാടുന്നതല്ല. അപ്പോൾ ഒരു നിശ്ചിത കാലാവധി ഉണ്ടാവും. ആ കാലാവധി വരെയും ആ അധികാരത്തിൽ ഇരുന്നിരിക്കണം. ഇനി നിശ്ചിതമായിട്ടുള്ള ചില സന്ദർഭങ്ങളിൽ, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് അവരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനായിട്ട് പാടുകയുള്ളൂ. അപ്പോൾ നിശ്ചിതമായിട്ടുള്ളൊരു ഔദ്യോഗിക കാലാവധി ആർക്കുണ്ട്? ജുഡീഷ്യറിക്ക് ഉണ്ട്. ഇനി ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും തമ്മിലുള്ള വേർപെടുത്തൽ നിഷ്പക്ഷത ഉറപ്പുവരുത്തുന്നതിന് എക്സിക്യൂട്ടീവിനെയും ജുഡീഷ്യറിയെയും ചുമതലകൾ വേർപെടുത്തിയിരിക്കുന്നു. ഓക്കെ, ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും തമ്മിലുള്ള വേർപെടുത്തൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നിഷ്പക്ഷത ഉറപ്പുവരുത്തുന്നതിന് എക്സിക്യൂട്ടീവിനെയും ജുഡീഷ്യറിയെയും ചുമതലകൾ വേർപെടുത്തിയിരിക്കുന്നു. അടുത്തത് ജഡ്ജിമാരെ നീക്കം ചെയ്യൽ. ജഡ്ജിമാരെ നീക്കം ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ്. തെളിയിക്കപ്പെട്ട സ്വഭാവ ദൂഷ്യമോ ശാരീരികമായ അയോഗ്യതയോ ഉണ്ടെങ്കിൽ മാത്രമേ ഇക്കൂട്ടരെ നീക്കം ചെയ്യാനാവുകയുള്ളൂ. ഓക്കെ, തെളിയിക്കപ്പെട്ട സ്വഭാവ ദൂഷ്യം അല്ലെങ്കിൽ ശാരീരികമായ അയോഗ്യതയോ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവരെ നീക്കം ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. കുറ്റം ആരോപിക്കുന്ന വിധത്തിൽ ഒരു പ്രമേയം പാർലമെന്റിലെ ഇരുസഭകളിലും പ്രത്യേക ഭൂരിപക്ഷ പ്രകാരം പാസാക്കിയെടുത്ത് വേണം നീക്കം ചെയ്യാനായിട്ട്. ഓക്കെ, കുറ്റം ആരോപിക്കുന്ന വിധത്തിൽ ഒരു പ്രമേയം പാർലമെന്റിൽ ഇരുസഭകളിലും പ്രത്യേക ഭൂരിപക്ഷ പ്രകാരം പാസാക്കിയെടുത്താൽ മാത്രമാണ് നീക്കം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്തത് സാമ്പത്തിക ആശ്രയത്വത്തിന്റെ അഭാവം. അതായത് ജഡ്ജിമാർക്ക് ആകർഷകമായ ശമ്പളം നൽകി വന്നിരുന്നു. ജുഡീഷ്യറി എക്സിക്യൂട്ടീവിനെയോ നിയമനിർമ്മാണ സഭയെയോ സാമ്പത്തികമായി ആശ്രയിക്കേണ്ടതില്ല. ഓക്കെ, ജഡ്ജിമാർക്ക് ആകർഷകമായിട്ടുള്ള ശമ്പളം ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നീതിന്യായ വിഭാഗത്തിന്റെ സ്വതന്ത്രത എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നോക്കുക, സുപ്രീം കോടതിയുടെ അധികാര പരിധി അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി. ലോകത്തെവിടെയുമുള്ള കോടതികളിൽ ഏറ്റവും പ്രബലമായ കോടതികളിൽ ഒന്നാണ് ഇന്ത്യയിലെ സുപ്രീം കോടതി. അപ്പോൾ സുപ്രീം കോടതിയുടെ അധികാര പരിധി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? തനത് അധികാരം, ദെൻ അപ്പീൽ അധികാരം, ഉപദേശ അധികാരം, റിട്ട് അധികാരം. തനത് അധികാരം, അപ്പീൽ അധികാരം, ഉപദേശ അധികാരം, റിട്ട് അധികാരം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സുപ്രീം കോടതിയുടെ അധികാര പരിധി എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്നും എന്താണ് എന്നുള്ളത് നോക്കാം. തനത് അധികാരം. തനത് അധികാരം എന്ന് പറഞ്ഞാൽ ചില കേസുകൾ നേരിട്ട് പരിഗണിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമുള്ള അധികാരം
ഭരണഘടന സുപ്രീം കോടതിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ചില കേസുകളിൽ നേരിട്ട് പരിഗണിക്കുന്നതിനും പരിഹരിക്കുന്നതിനുള്ള അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുണ്ട്. ഇവയാണ് തനത് അധികാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സുപ്രീം കോടതിക്ക് നേരിട്ട് പരിഗണിക്കുന്നതിനും അതുപോലെ തന്നെ പരിഹരിക്കുന്നതിനുമുള്ള അധികാരത്തെയാണ് തനത് അധികാരം എന്ന് പറയുന്നത്. അപ്പോൾ കീഴ്ക്കോടതികൾക്ക് അത്തരം കേസുകൾ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു ഫെഡറൽ സംവിധാനത്തിൽ നിയമപരമായ തർക്കങ്ങൾ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാനങ്ങളും തമ്മിലും ചിലപ്പോൾ സംസ്ഥാനങ്ങൾ തമ്മിലും ഉണ്ടാവാം. ഇത്തരം കേസുകൾ കേൾക്കുവാൻ സുപ്രീം കോടതിക്ക് മാത്രമേ അധികാരമുള്ളൂ. ഓക്കെ, അതായത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാനങ്ങൾ തമ്മിലും അല്ലെങ്കിൽ ചില സംസ്ഥാനങ്ങൾ തമ്മിലും എന്താണ് വല്ല തർക്കങ്ങളോ കേസുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ സുപ്രീം കോടതിക്ക് മാത്രമാണ് പരിഹരിക്കാനുള്ള അധികാരമുള്ളത്. അതിനെയാണ് തനത് അധികാരം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി അപ്പീൽ അധികാരം എന്നാൽ എന്താണ്? തനത് അധികാരം എന്ന് പറയുമ്പോൾ ചില കേസുകളിൽ കീഴ്ക്കോടതിക്കല്ലാതെ സുപ്രീം കോടതിക്ക് നേരിട്ട് പരിഗണിക്കാനും പരിഹരിക്കാനും പറ്റുന്ന അധികാരത്തെയാണ് തനത് അധികാരം എന്ന് പറയുന്നത്. അപ്പീൽ അധികാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതമായ അപ്പീൽ കോടതിയാണ് സുപ്രീം കോടതി. ഉന്നതമായ അപ്പീൽ കോടതിയാണ് സുപ്രീം കോടതി. ഹൈക്കോടതി വിധിക്കെതിരെ ഒരു വ്യക്തിക്ക് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാനായിട്ട് പറ്റും. ഹൈക്കോടതി വിധിക്കെതിരെ ഒരു വ്യക്തിക്ക് എവിടെ പോകാം? സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാം. ഭരണഘടനാപരമായ തർക്കങ്ങൾ, സിവിൽ തർക്കങ്ങൾ, ക്രിമിനൽ തർക്കങ്ങൾ എന്നീ കേസുകളിലാണ് സുപ്രീം കോടതിക്ക് അപ്പീൽ അധികാരമുള്ളത്. എന്തൊക്കെയാണ്? ഭരണഘടനാപരമായ തർക്കങ്ങൾ, സിവിൽ തർക്കങ്ങൾ, ക്രിമിനൽ തർക്കങ്ങൾ എന്നീ കേസുകളിലാണ് സുപ്രീം കോടതിക്ക് അപ്പീൽ അധികാരമുള്ളത്. കീഴ്ക്കോടതി വെറുതെ വിട്ട പ്രതിയെ അപ്പീലിനെ തുടർന്ന് ഹൈക്കോടതി കുറ്റക്കാരനായി കാണുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്താൽ പൗരന് സുപ്രീം കോടതിയിൽ അപ്പീൽ ബോധിപ്പിക്കാം. അപ്പോൾ കീഴ്ക്കോടതി വെറുതെ വിട്ട പ്രതിയെ അപ്പീലിനെ തുടർന്ന് ഹൈക്കോടതി കുറ്റക്കാരനായിട്ട് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണെങ്കിൽ പൗരന് എന്ത് ചെയ്യാം? സുപ്രീം കോടതിയിൽ അപ്പീൽ ബോധിപ്പിക്കാം. അപ്പോൾ ഇതാണ് അപ്പീൽ അധികാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തനത് അധികാരം എന്താണെന്ന് മനസ്സിലായി, അപ്പീൽ അധികാരം എന്താണെന്ന് മനസ്സിലായി. അടുത്തത് ഉപദേശ അധികാരം. ഉപദേശ അധികാരം എന്ന് പറയുമ്പോൾ പൊതു പ്രാധാന്യവും ഭരണഘടനാ വ്യാഖ്യാനം ആവശ്യമായ ഏതൊരു വിഷയത്തിലും പ്രസിഡന്റിന് സുപ്രീം കോടതിയുടെ ഉപദേശം തേടാവുന്നതാണ്. പൊതു പ്രാധാന്യവും ഭരണഘടനാ വ്യാഖ്യാനം ആവശ്യമായിട്ടുള്ള ഏതൊരു വിഷയത്തിലും പ്രസിഡന്റിന് സുപ്രീം കോടതിയുടെ ഉപദേശം തേടാവുന്നതാണ്. എന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ ഉപദേശം നൽകാനുള്ള ബാധ്യതയൊന്നും സുപ്രീം കോടതിക്ക് ഇല്ല. എന്ന് മാത്രമല്ല കോടതിയുടെ ഉപദേശം സ്വീകരിക്കാനുള്ള ബാധ്യത പ്രസിഡന്റിനും ഇല്ല. അതാണ് ഉപദേശാധികാരം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. പ്രസിഡന്റിന് ചില കാര്യങ്ങൾ പൊതു പ്രാധാന്യവും ഭരണഘടനാ വ്യാഖ്യാനവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിൽ പ്രസിഡന്റിന് ആരുടെ ഉപദേശം തേടാം? സുപ്രീം കോടതിയുടെ ഉപദേശം തേടാം. പക്ഷെ ആ ഉപദേശം നൽകണം എന്നുള്ളത്, അതിന് റിപ്ലൈ നൽകണം എന്നുള്ളത് സുപ്രീം കോടതിക്കും ബാധ്യതയില്ല. അതുപോലെ ആ കൊടുക്കുന്ന സുപ്രീം കോടതി എന്തെങ്കിലും ഉപദേശം നൽകിയാലും അത് സ്വീകരിക്കണം എന്നുള്ള ബാധ്യത ആർക്കുമില്ല? പ്രസിഡന്റിനും ഇല്ല. ഉപദേശം തേടാം, അത് കൊടുക്കണം അല്ലെങ്കിൽ അത് സ്വീകരിക്കണം എന്നുള്ള ബാധ്യത രണ്ട് കൂട്ടർക്കും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് റിട്ട് അധികാരം. റിട്ട് അധികാരം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ പ്രശ്നപരിഹാരത്തിനായി ഏതൊരു വ്യക്തിക്കും സുപ്രീം കോടതിയെ സമീപിക്കാം. മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ലംഘിക്കപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കാം. അവകാശ ലംഘനങ്ങൾക്കെതിരെ റിട്ടുകളുടെ രൂപത്തിൽ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും ഉത്തരവുകൾ പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. റിട്ട് ഏതൊക്കെയാണോ? ഹേബിയസ് കോർപ്പസ്, മെൻഡാമസ്, പ്രൊഹിബിഷൻ, കോവാറൻഡോ, സെർഷ്യോററി. ഇതാണ് പ്രധാനപ്പെട്ട റിട്ടുകൾ. ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, മെൻഡാമസ്, പ്രൊഹിബിഷൻ, കോവാറൻഡോ, സെർഷ്യോററി. ഇതിനു പുറമെ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന സുപ്രീം കോടതിയുടെ അധികാരത്തിൽ വരുന്നതാണ്. ഓക്കെ, ജുഡീഷ്യൽ റിവ്യൂ എവിടെ വരുന്നതാണ്? സുപ്രീം കോടതിയുടെ അധികാരത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അടുത്ത നമ്മുടെ 7ാമത്തെ ചാപ്റ്റർ ആണ് ഫെഡറലിസം. ഫെഡറലിസം എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗത്താണ് നമ്മൾ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ആ ഒരു ഭാഗം നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് ഫെഡറലിസം എന്ന് പറയുന്നത്. നോക്കുക, ഫെഡറലിസത്തിൽ 2 തരം ഗവൺമെന്റുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഏതൊക്കെയാണ്? കേന്ദ്ര ഗവൺമെന്റും പ്രാദേശിക ഗവൺമെന്റുകളും. ഫെഡറലിസത്തിൽ 2 തരം ഗവൺമെന്റുകളാണ് ഉണ്ടായിരിക്കുക. കേന്ദ്ര ഗവൺമെന്റും പ്രാദേശിക ഗവൺമെന്റുകളും. കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കുമായിട്ട് അധികാരം വിഭജിച്ച് നൽകിയിട്ടുള്ള ഭരണ സംവിധാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഫെഡറലിസം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഫെഡറലിസം എന്ന് പറയുന്നത്? കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കുമായിട്ട് അധികാരം വിഭജിച്ച് നൽകിയിട്ടുള്ള ഭരണ സംവിധാനത്തെയാണ് ഫെഡറലിസം എന്ന് പറയുന്നത്.
അപ്പൊ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫെഡറൽ ഭരണഘടനയാണ് എന്ന് നമുക്ക് പറയാം. ഇന്ത്യൻ ഭരണഘടന ഒരു ഫെഡറൽ ഭരണഘടനയാണ്. ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ: ഒന്നാമത്തെ സവിശേഷത ദ്വിഭരണ സമ്പ്രദായം, രണ്ടാമത്തേത് അധികാര വിഭജനം, 3 ഭരണഘടനാ മേധാവിത്വം, 4 സ്വതന്ത്ര നീതിന്യായ വിഭാഗം. ഇതാണ് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ. ഓക്കെ, എന്തൊക്കെയാണ്? ദ്വിഭരണ സമ്പ്രദായം, അധികാര വിഭജനം, ഭരണഘടനാ മേധാവിത്വം, സ്വതന്ത്ര നീതിന്യായ വിഭാഗം. പിന്നെ ഇതിൽ ഓരോന്നും എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. ദ്വിഭരണ സമ്പ്രദായം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ എന്താണ്? നമ്മൾ പറഞ്ഞു 2 തരത്തിലുള്ള ഗവൺമെന്റുകൾ ഉണ്ട്. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും. അതാണ് ദ്വിഭരണ സമ്പ്രദായം. കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണവുമുണ്ട്, സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണവുമുണ്ട്. ഓക്കെ, അപ്പൊ ദ്വിഭരണ സമ്പ്രദായം. അടുത്തത് അധികാര വിഭജനം. എന്താണ്? ഇന്ത്യൻ ഭരണഘടന കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും എന്ത് നൽകിയിട്ടുണ്ട്? അധികാരങ്ങൾ വിഭജിച്ച് നൽകിയിട്ടുണ്ട്. ഓക്കെ, കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും അധികാരങ്ങൾ വിഭജിച്ച് നൽകിയിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടന. നിയമനിർമ്മാണം നടത്താവുന്ന വിഷയങ്ങളെ കേന്ദ്ര ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ് എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. അതാണ് നമ്മൾ പഠിക്കേണ്ട നമ്മുടെ ഭാഗം. ഓക്കെ, അപ്പൊ അധികാര വിഭജനത്തിൽ വരുന്നതാണ് കേന്ദ്ര ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്. ഇന്ത്യൻ ഭരണഘടന എന്ത് ചെയ്തിട്ടുണ്ട്? കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും അധികാരങ്ങൾ വിഭജിച്ച് നൽകിയിട്ടുണ്ട്. ആ നിയമനിർമ്മാണം നടത്തുന്ന വിഷയങ്ങളെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്: കേന്ദ്ര ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്. ഓക്കെ, അടുത്തത് ഭരണഘടനാ മേധാവിത്വമാണ് അടുത്ത സവിശേഷത. കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും അധികാരങ്ങളുടെ ഉറവിടം ഭരണഘടനയാണ്. ഓക്കെ, കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളുടെ ഉറവിടം ആർക്കാണ്? ഭരണഘടനയ്ക്കാണ് ഉള്ളത്. അതാണ് ഭരണഘടനാ മേധാവിത്വം. അടുത്തത് സ്വതന്ത്ര നീതിന്യായ വിഭാഗം. സ്വതന്ത്ര നീതിന്യായ വിഭാഗം എന്താണ്? കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ തീർപ്പ് കൽപ്പിക്കാൻ ഒരു സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ഇന്ത്യയിലുണ്ട്. സുപ്രീം കോടതിയാണ് ഈ തർക്കത്തിൽ തീരുമാനമെടുക്കുന്നത്. അപ്പൊ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തർക്കത്തിൽ തീരുമാനമെടുക്കുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ്. അപ്പൊ ഇത്രയാണ് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് ലിസ്റ്റുകൾ. അപ്പൊ നമുക്ക് നോക്കാം. ഇന്ത്യയിലെ അധികാര വിഭജനം, അതിലാണ് എന്ത് വരുന്നത്? ലിസ്റ്റുകൾ വരുന്നത്. നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ഭരണഘടന എന്ത് ചെയ്യുന്നുണ്ട്? ഭരണാധികാരങ്ങളെ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വിഭജിച്ച് നൽകിയിട്ടുണ്ട്. അതിനെ പ്രധാനമായിട്ടും 3 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്: യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അതിൽ യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? യൂണിയൻ ലിസ്റ്റിൽ വരുന്ന ഇനങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണ് ഉള്ളത്. ഓക്കെ, യൂണിയൻ ലിസ്റ്റിൽ വരുന്ന ഇനങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണ് ഉള്ളത്. പ്രതിരോധം, ആണവോർജം, യുദ്ധവും സമാധാനവും, റെയിൽവേ, തപാൽ, വ്യോമയാനം, തുറമുഖങ്ങൾ, വിദേശ വ്യാപാരം, വിദേശകാര്യം, ബാങ്കിംഗ്, വാർത്താവിനിമയം, കറൻസി, ആദായ നികുതി, ഇതെല്ലാം എവിടെ വരുന്നതാണ്? യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. അപ്പൊ PSCക്ക് ചോദിക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു ഇനം തന്നിട്ട് അതിൽ യൂണിയൻ ലിസ്റ്റിൽ പെടുന്നത് ഏതാണ്, അല്ലെങ്കിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടുന്നത് ഏതാണ്. അപ്പൊ ഇത് പഠിച്ചിരിക്കുക. യൂണിയൻ ലിസ്റ്റിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിനാണ്. യൂണിയൻ ലിസ്റ്റിൽ വരുന്ന ഇനങ്ങൾ ഏതൊക്കെയാണ്? പ്രതിരോധം, ആണവോർജം, യുദ്ധവും സമാധാനവും, റെയിൽവേ, തപാൽ, വ്യോമയാനം, തുറമുഖങ്ങൾ, വിദേശ വ്യാപാരം, വിദേശകാര്യം, ബാങ്കിംഗ്, വാർത്താവിനിമയം, കറൻസി, ആദായ നികുതി എന്നീ ഇനങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ വരുന്നത്. അടുത്തത് സംസ്ഥാന ലിസ്റ്റ്. സംസ്ഥാന ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ സംസ്ഥാന ലിസ്റ്റിൽ വരുന്ന ഇനങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം ആർക്കാണ്? സംസ്ഥാന നിയമസഭയ്ക്കാണ് അധികാരമുള്ളത്. നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമസഭയാണ്. സംസ്ഥാന ലിസ്റ്റിൽ വരുന്ന ഇനങ്ങൾ ഏതൊക്കെയാണ്? ക്രമസമാധാനം, പോലീസ്, വാണിജ്യം, കൃഷി, മദ്യനിരോധനം, പ്രാദേശിക ഗവൺമെന്റ്, പൊതുജന ആരോഗ്യം, മദ്യം, ജയിൽ, ഭൂമി. ഇതെല്ലാം, ഈ വിഷയങ്ങളെല്ലാം വരുന്നത് എവിടെയാണ്? സംസ്ഥാന ലിസ്റ്റിലാണ്. ഓക്കെ, അപ്പൊ സംസ്ഥാന ലിസ്റ്റിലെ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം സംസ്ഥാന നിയമസഭയ്ക്കാണ്. ക്രമസമാധാനം, പോലീസ്, വാണിജ്യം, കൃഷി, മദ്യനിരോധനം, പ്രാദേശിക ഗവൺമെന്റ്, പൊതുജന ആരോഗ്യം, മദ്യം, ജയിൽ, ഭൂമി എന്നിവയാണ് സംസ്ഥാന ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങൾ. ഓക്കെ,
അടുത്തത് കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കുമുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ളത് യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന നിയമസഭയ്ക്ക് മാത്രം അധികാരമുള്ളത് സംസ്ഥാന ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റിനും ഉണ്ട് കേന്ദ്രത്തിനും ഉണ്ട്. ഓക്കെ, കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും നിയമനിർമ്മാണം നടത്താനുള്ള അധികാരമുള്ള ലിസ്റ്റാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന ഏതൊക്കെയാണ് ഇനങ്ങൾ? വിദ്യാഭ്യാസം, വനം, തൊഴിൽ സംഘടനകൾ, വിവാഹം, മായം ചേർക്കൽ, ദത്തെടുക്കൽ, പിന്തുടർച്ചാവകാശം. ഇതെല്ലാം എവിടെ വരുന്നതാണ്? കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, വനം, തൊഴിൽ സംഘടനകൾ, വിവാഹം, മായം ചേർക്കൽ, ദത്തെടുക്കൽ, പിന്തുടർച്ചാവകാശം എന്നിവ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് 3 ലിസ്റ്റുകളും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കുക. ഇനി ഇവയിലൊന്നിലും പെടാത്ത അവശിഷ്ടാധികാരങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിനാണ്. അതായത് ഈ 3 ലിസ്റ്റിലും പെടാത്ത വിഷയങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അതിൽ എന്താണ് നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരത്തെയാണ് അവശിഷ്ട അധികാരം എന്ന് പറയുന്നത്. അത് ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിനാണ് ഉണ്ടാവുക. യൂണിയൻ ലിസ്റ്റിലും സംസ്ഥാന ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും പെടാത്ത വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിനാണ്. അതുകൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ഇന്ത്യൻ ഫെഡറലിസത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് അധികാര കൂടുതലുണ്ട് എന്ന് പറയുന്നതാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം. അതായത് ഇന്ത്യൻ ഫെഡറലിസത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് കൂടുതൽ അധികാരം നൽകുന്നതിന് ഭരണഘടനാ നിർമ്മാതാക്കൾ ശ്രദ്ധിച്ചിരുന്നു. രാജ്യത്തെ ഏകീകരിക്കുന്നതിനും സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും വേണ്ടിയായിരുന്നു ഇത്. കേന്ദ്ര ഗവൺമെന്റിന് അമിത അധികാരം നൽകുന്ന വ്യവസ്ഥകൾ താഴെ പറയുന്നു. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിനാണ് ഏറ്റവും കൂടുതൽ അധികാരം ഇന്ത്യൻ ഭരണഘടന നൽകിയിരിക്കുന്നത്. അതിൽ അമിത അധികാരം നൽകുന്ന വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്? സംസ്ഥാനങ്ങളുടെ ഭൂപരിധി നിർണ്ണയിക്കുവാനുള്ള അധികാരം പാർലമെന്റിനാണ്. ഒരു സംസ്ഥാനത്തെ വിഭജിക്കാനോ അല്ലെങ്കിൽ ഒന്നിലധികം സംസ്ഥാനങ്ങളെ കൂട്ടിച്ചേർത്തോ പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാനുള്ള അധികാരം പാർലമെന്റിനുണ്ട്. ഓക്കെ, സംസ്ഥാനങ്ങളുടെ ഭൂപരിധി നിർണ്ണയിക്കുന്നത് സംസ്ഥാനത്തെ വിഭജിക്കുവാനോ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ കൂട്ടിച്ചേർക്കുവാനോ പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുവാനോ ഉള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം കേന്ദ്രത്തിനുണ്ട്. സംസ്ഥാന ലിസ്റ്റിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. വരുമാനത്തിന്റെ പ്രധാനപ്പെട്ട സ്രോതസ്സുകളെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക സഹായങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റുകൾ കേന്ദ്ര ഗവൺമെന്റിനെ ആശ്രയിക്കേണ്ടി വരുന്നു. ഓക്കെ, അപ്പൊ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം ആർക്കാണ് ഏറ്റവും കൂടുതലുള്ളത്? കേന്ദ്രത്തിനാണ് എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഏതൊക്കെയാണ് അധികാരങ്ങൾ വരുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇനി ബാക്കിയുള്ള പോയിന്റ്സ് നോക്കാം. ഗവർണർക്ക് സംസ്ഥാന ഗവൺമെന്റിനെയും നിയമസഭയെയും പിരിച്ചുവിടാൻ കേന്ദ്രത്തോട് ശുപാർശ ചെയ്യാവുന്നതാണ്. ഗവർണർക്ക് എന്ത് ചെയ്യാം? സംസ്ഥാന ഗവൺമെന്റിനെയും നിയമസഭയെയും പിരിച്ചുവിടണമെങ്കിൽ കേന്ദ്രത്തോട് ശുപാർശ ചെയ്യാവുന്നതാണ്. സംസ്ഥാന നിയമസഭ പാസാക്കിയ ഒരു ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി സമർപ്പിക്കാൻ ഗവർണർക്ക് അധികാരമുണ്ട്. അഖിലേന്ത്യാ സർവീസുകളിലെ ഉദ്യോഗസ്ഥർ സംസ്ഥാന സർവീസുകളിൽ സേവനമനുഷ്ഠിക്കാറുണ്ട്. സംസ്ഥാനങ്ങൾക്ക് ഈ ഉദ്യോഗസ്ഥരുടെ മേൽ അച്ചടക്ക നടപടി സ്വീകരിക്കാനാവില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എവിടെ വരുന്നത്? ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാര കൂടുതൽ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത് എന്താണ്? ലിസ്റ്റുകളെ കുറിച്ചാണ്. അതാണ് നമ്മുടെ സിലബസിൽ പ്രകാരം നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ ആ ഭാഗം നിങ്ങൾ പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫെഡറലിസം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. പ്രാദേശിക ഗവൺമെന്റുകൾ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. 8ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ, പ്രാദേശിക ഗവൺമെന്റുകൾ. ഇന്ത്യയിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് തുടക്കമിട്ട ബ്രിട്ടീഷ് വൈസ്രോയി. ഇന്ത്യയിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് തുടക്കമിട്ട ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? റിപ്പൺ പ്രഭു ആണ്. റിപ്പൺ പ്രഭു 1989 തദ്ദേശ ഗവൺമെന്റുകൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി PK തുങ്കൻ കമ്മിറ്റിയാണ് കേട്ടോ. 1989 തദ്ദേശ ഗവൺമെന്റുകൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി. 73ാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? 73ാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? പഞ്ചായത്ത് രാജ്. ഓക്കെ, 73ാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടതാണ്. 74ാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? നഗരപാലികയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. 74ാം ഭേദഗതി നഗരപാലികയുമായി ബന്ധപ്പെട്ടതാണ്.
73-74 ഭേദഗതികൾ നിലവിൽ വന്ന വർഷം 1993 1993. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത കാര്യങ്ങൾ നോക്കാം. പ്രാദേശിക ഗവൺമെന്റുകളുടെ ആവശ്യകത എന്താണ്? പ്രാദേശിക ഗവൺമെന്റുകളുടെ ആവശ്യകത എന്താണ്? ഗ്രാമതലത്തിലും ജില്ലാതലത്തിലും ഉള്ള ഗവൺമെന്റിനെയാണ് പ്രാദേശിക ഗവൺമെന്റ് അഥവാ തദ്ദേശ ഗവൺമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞ ടോപ്പിക്ക് പഠിക്കാനുണ്ട്, ആ ഭാഗത്ത് വരുന്നതാണ്. ഗ്രാമതലത്തിലും ജില്ലാതലത്തിലുമുള്ള ഗവൺമെന്റിനെയാണ് എന്ത് പറയുന്നത്? പ്രാദേശിക ഗവൺമെന്റ് അല്ലെങ്കിൽ തദ്ദേശ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ജനങ്ങളുടെ അടുത്തു നിൽക്കുന്ന ഗവൺമെന്റാണിത്. പൗരന്മാരുടെ ദൈനംദിന ജീവിതത്തിലും പ്രശ്നങ്ങളിലും തദ്ദേശ ഗവൺമെന്റ് ഇടപെടുന്നു. ജനങ്ങളുടെ പ്രാദേശിക താൽപ്പര്യങ്ങൾ ഏറ്റവും ഫലമായി സംരക്ഷിക്കാൻ പ്രാദേശിക ഗവൺമെന്റുകൾക്ക് സാധിക്കും. ഗാന്ധിജിയുടെ അധികാര വികേന്ദ്രീകരണം എന്ന സ്വപ്നം നടപ്പിലായത് തദ്ദേശ ഗവൺമെന്റിലൂടെയാണ്. ഗാന്ധിജിയുടെ അധികാര വികേന്ദ്രീകരണം എന്ന സ്വപ്നം നടപ്പിലായത് തദ്ദേശ ഗവൺമെന്റുകളിലൂടെയാണ്. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 73-ഉം 74-ഉം ഭേദഗതികൾ കൊണ്ടുവന്ന മാറ്റങ്ങൾ. അപ്പോൾ ഇതിൽ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് 30-ാം തീയതി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 73-74 ഭേദഗതികൾ ചരിത്രത്തിലെ നാഴികക്കല്ലാണ്. ഇന്ത്യയിലെ പല പുരോഗതിക്കും കാരണം ഈ ഭേദഗതികളാണ്. 73-ാം ഭേദഗതി ഗ്രാമപ്രദേശങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളെ സംബന്ധിച്ചുള്ളതാണ്. പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ എന്നും അവ അറിയപ്പെടുന്നു. അപ്പോൾ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെ കുറിച്ച് പറയുന്നത് 73-ാം ഭേദഗതിയിലാണ്. ഇനി 74 ഭേദഗതി നഗരപ്രദേശങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളെ കുറിച്ചുള്ളതാണ്. ഓക്കെ, നഗരപാലിക സംവിധാനങ്ങളെ കുറിച്ചുള്ളതാണ് 74-ാം ഭേദഗതി. 74-ാം ഭേദഗതിയാണ് 30-ാം തീയതി ചോദ്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 1992 ഇന്ത്യൻ പാർലമെന്റ് 73-74 ഭേദഗതികൾ പാസാക്കി. 1993 ഇവ പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോൾ 1993 73-74 എന്ന് പറയുന്ന ഭേദഗതികൾ പ്രാബല്യത്തിൽ വരുന്നത്. ഓക്കെ, അടുത്തത് നോക്കാം. 73-ാം ഭേദഗതി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. 73-ാം ഭേദഗതി എന്ന് പറയുന്നത് ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് 73-ാം ഭേദഗതി. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്? അപ്പോൾ 73-ാം ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അറിയണ്ടേ. അപ്പോൾ 4 മാറ്റങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. ത്രിതല ഘടന നിലവിൽ വന്നു. ഓക്കെ, ത്രിതല ഘടന നിലവിൽ വന്നു. തിരഞ്ഞെടുപ്പ് സംവിധാനം നിലവിൽ വന്നു. സംവരണം ഏർപ്പെടുത്തി. വിഷയങ്ങളുടെ കൈമാറ്റം. ഓക്കെ, വിഷയങ്ങളുടെ കൈമാറ്റം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്നും. ത്രിതല ഘടന നിലവിൽ വന്നു എന്ന് വെച്ചാൽ 73-ാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്ത് രാജ് നിയമം ഭരണഘടന അനുസൃതമാക്കി ഒരു ത്രിതല പഞ്ചായത്തി രാജ് സമ്പ്രദായത്തിന് അത് രൂപം നൽകി. ഓക്കെ, ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനത്തിന് രൂപം നൽകി. വില്ലേജ് തലത്തിൽ ഗ്രാമപഞ്ചായത്തിനും മധ്യതലത്തിൽ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ തലത്തിൽ ജില്ലാ പഞ്ചായത്തും പ്രവർത്തിക്കും. ഓക്കെ, അപ്പോൾ ത്രിതല പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ വില്ലേജ് തലത്തിൽ ഗ്രാമപഞ്ചായത്ത്, മധ്യതലത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ തലത്തിൽ ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെ 3 പഞ്ചായത്തായിട്ട് ത്രിതല പഞ്ചായത്ത് രാജ് സമ്പ്രദായം നിലവിൽ വന്നു. അതാണ് ത്രിതല ഘടന നിലവിൽ വന്നു എന്ന് പറയുന്നത്. ഇതിനു പുറമെ ഗ്രാമസഭകൾ രൂപീകരിക്കാനും ഈ ഭേദഗതി വ്യവസ്ഥ ചെയ്തു. ഓക്കെ, ഗ്രാമസഭകൾ രൂപീകരിക്കാൻ. അടുത്തത് നോക്കാം. തെരഞ്ഞെടുപ്പ് സംവിധാനം നിലവിൽ വന്നു. 73-74 ഭേദഗതികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വ്യവസ്ഥ ചെയ്തു. ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള പ്രതിനിധികളെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. ഓരോ പഞ്ചായത്ത് സമിതിയുടെയും കാലാവധി എത്രയാണ്? 5 വർഷമാണ്. ഓക്കെ, അപ്പോൾ ത്രിതല പഞ്ചായത്തുകളിലേക്ക് പ്രതിനിധികളെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു. സമിതിയുടെ കാലാവധി 5 വർഷമാണ് എന്നുള്ള കാര്യം. അതാണ് തെരഞ്ഞെടുപ്പ് സംവിധാനം നിലവിൽ വന്നു. അടുത്തത് സംവരണം ഏർപ്പെടുത്തി. പഞ്ചായത്ത് സ്ഥാപനങ്ങളിലെ 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്ത്രീ ശാക്തീകരണത്തെ യാഥാർത്ഥ്യമാക്കാൻ പഞ്ചായത്ത് വ്യവസ്ഥയ്ക്ക് സാധിച്ചു. പട്ടികജാതി പട്ടികവർഗക്കാർക്കും ജനസംഖ്യയ്ക്ക് ആനുപാതികമായി സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പഞ്ചായത്തുകളിലെ സാധാരണ സീറ്റുകളിൽ മാത്രമല്ല പ്രസിഡന്റ് അഥവാ അധ്യക്ഷ പദവികൾക്ക് കൂടി ഈ സംവരണം ബാധകമാണ്. അപ്പോൾ പഞ്ചായത്ത് സ്ഥാപനങ്ങളിൽ 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്ത്രീ ശാക്തീകരണത്തെ യാഥാർത്ഥ്യമാക്കാൻ പഞ്ചായത്ത് വ്യവസ്ഥയ്ക്ക് സാധിച്ചു. പിന്നെന്താണ് പറയുന്നത്? പട്ടികജാതി പട്ടികവർഗക്കാർക്കും. അപ്പോൾ ആദ്യം 1/3 സീറ്റുകൾക്ക് സ്ത്രീകൾക്ക് സംവരണം ചെയ്തു. പട്ടികജാതി പട്ടികവർഗക്കാർക്കും ജനസംഖ്യയ്ക്ക് ആനുപാതികമായി സംവരണം ഏർപ്പെടുത്തി. പഞ്ചായത്തുകളിലെ സാധാരണ സീറ്റുകളിൽ മാത്രമല്ല പ്രസിഡന്റ് അഥവാ അധ്യക്ഷ പദവികൾക്കും കൂടി ഈ സംവരണം ബാധകമാണ്. അപ്പോൾ സംവരണം ഏർപ്പെടുത്തി. അടുത്തത് വിഷയങ്ങളുടെ കൈമാറ്റം. വിഷയങ്ങളുടെ കൈമാറ്റം എന്ന് പറയുമ്പോൾ
7ാം ഭേദഗതിയോടുകൂടി സംസ്ഥാന ലിസ്റ്റിലുണ്ടായിരുന്ന 11 പട്ടികയിലെ 29 വിഷയങ്ങൾ പഞ്ചായത്ത് രാജിന് കൈമാറി. അപ്പോൾ ലിസ്റ്റിലുണ്ടായിരുന്ന 11 പട്ടികയിലെ 29 വിഷയങ്ങൾ പഞ്ചായത്ത് രാജിന് കൈമാറി. ഈ വിഷയങ്ങൾ മുൻപ് സംസ്ഥാന ലിസ്റ്റിൽ പെട്ടവയായിരുന്നു. ഓക്കെ, അപ്പോൾ പഞ്ചായത്ത് രാജിന് അത് കൈമാറി. അപ്പോൾ ഏതൊക്കെയാണ് 11ാം പട്ടികയിലെ പ്രധാന വിഷയങ്ങളിൽ ചിലത് ഏതൊക്കെയാണ് കൈമാറിയത് എന്നുള്ളതാണ്. കൃഷി, ചെറിയ തോതിലുള്ള ജലസേചനം, ഗ്രാമീണ വീട് നിർമ്മാണം, കുടിവെള്ളം, റോഡുകൾ, ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി, പ്രൈമറി സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസം, ഗ്രന്ഥശാലകൾ, സാംസ്കാരിക പ്രവർത്തനങ്ങൾ, കമ്പോളവും ചന്തകളും, കുടുംബക്ഷേമം, സാമൂഹ്യക്ഷേമം, പൊതുവിതരണ സമ്പ്രദായം. അപ്പോൾ ഇതൊക്കെയാണ് 11ാം പട്ടികയിലെ പ്രധാന വിഷയങ്ങൾ. കൃഷി, ചെറിയ തോതിലുള്ള ജലസേചനം, ഗ്രാമീണ വീട് നിർമ്മാണം, കുടിവെള്ളം, റോഡുകൾ, ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി, പ്രൈമറി സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസം, ഗ്രന്ഥശാലകൾ, സാംസ്കാരിക പ്രവർത്തനങ്ങൾ, കമ്പോളവും ചന്തകളും, കുടുംബക്ഷേമം, സാമൂഹ്യക്ഷേമം, പൊതുവിതരണ സമ്പ്രദായം. ഓക്കെ, അടുത്തത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നു. അപ്പോൾ 73ാം ഭേദഗതി പ്രകാരം സംസ്ഥാന ഗവൺമെന്റ് ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിർമ്മിക്കേണ്ടതുണ്ട്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ഉത്തരവാദിത്തം ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കാണ് ഉള്ളത്. അപ്പോൾ എന്താണ്, സംസ്ഥാന ഗവൺമെന്റ് ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിർമ്മിക്കേണ്ടതുണ്ട്. അപ്പോൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ചത് 73ാം ഭേദഗതി പ്രകാരമാണ്. പിന്നെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നു. അപ്പോൾ ഓരോ 5 വർഷം കൂടുന്തോറും സംസ്ഥാന ഗവൺമെന്റ് ഒരു സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കേണ്ടതുണ്ട്. ഈ കമ്മീഷൻ സംസ്ഥാനത്തിലെ പ്രാദേശിക ഗവൺമെന്റുകളുടെയും ധനസ്ഥിതി പരിശോധിക്കും. സംസ്ഥാനങ്ങൾക്ക് പ്രാദേശിക ഗവൺമെന്റുകൾക്കും ഇടയിൽ ഉള്ള വരുമാന വിതരണത്തെ അത് വിലയിരുത്തും. 73, 74 ഭേദഗതികൾ രാജ്യത്ത് വിപ്ലവാത്മകമായ മാറ്റങ്ങൾക്ക് കാരണമായി. വികസനം താഴെ തട്ടിൽ നിന്നും നടപ്പാവാൻ ഇത് കാരണമായി. അപ്പോൾ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് നമ്മൾ പറഞ്ഞത്. 73, 74 ഭേദഗതികൾ കൊണ്ടുവന്ന മാറ്റങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? ത്രിതല ഘടന നിലവിൽ വന്നു, തെരഞ്ഞെടുപ്പ് സംവിധാനം നിലവിൽ വന്നു, സംവരണം ഏർപ്പെടുത്തി, വിഷയങ്ങളുടെ കൈമാറ്റം, അതുപോലെ തന്നെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നു, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 73, 74 ഭേദഗതികൾ കൊണ്ട് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ പ്രാദേശിക ഗവൺമെന്റ് എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൽ, ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട വർഷം ഏതാണ്? 1949 നവംബർ 26-നാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത് 1950 ജനുവരി 26. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഭരണഘടനാ ഭേദഗതികളെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ, ഭരണഘടനാ ഭേദഗതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 368 ആണ്. ഭരണഘടനാ ഭേദഗതികളിൽ ഏറ്റവും വിവാദപരമായത് 42ാം ഭേദഗതിയാണ്. ഓക്കെ, വിവാദപരമായിട്ടുള്ള ഭരണഘടനാ ഭേദഗതി 42ാം ഭേദഗതിയാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്ന ഭാഗം. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതിക്കുള്ള നടപടിക്രമങ്ങൾ ഏതെല്ലാം? ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതിക്കുള്ള നടപടിക്രമങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഭരണഘടനയിൽ പുതിയ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുകയോ ചില വകുപ്പുകളിൽ മാറ്റം വരുത്തുകയോ ഏതെങ്കിലും വകുപ്പുകൾ റദ്ദാക്കുകയോ ചെയ്യുന്നതിനെയാണ് ഭേദഗതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് ഭേദഗതി? ഭരണഘടനയിൽ പുതിയ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുകയോ ചില വകുപ്പുകളിൽ മാറ്റം വരുത്തുകയോ ഏതെങ്കിലും വകുപ്പുകൾ റദ്ദാക്കുകയോ ചെയ്യുന്നതിനെയാണ് ഭേദഗതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. ഓക്കെ, പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 368-ലാണ് ഭേദഗതികളെ കുറിച്ച് വിശദീകരിക്കുന്നത്. ഓക്കെ, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368-ലാണ് ഭേദഗതികളെ കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ അയവുള്ളതും ചില ഭാഗങ്ങൾ ദൃഢമായതുമാണ്. ഓക്കെ, ഫ്ലെക്സിബിൾ ആൻഡ് റിജിഡ് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ ഫ്ലെക്സിബിൾ അയവുള്ളതാണ്, ചില ഭാഗങ്ങൾ ദൃഢമായത് അല്ലെങ്കിൽ റിജിഡ് ആണ്. അതുകൊണ്ട് തന്നെ 3 രീതികളിലൂടെ ഇന്ത്യൻ ഭരണഘടനയിൽ മാറ്റം വരുത്താം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഭേദഗതിക്ക് നമുക്ക് 3 രീതിയിലാണ് മാറ്റം വരുത്താനായിട്ട് പറ്റുന്നത്. പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ഭരണഘടനാ ഭേദഗതി, പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ഭേദഗതി, പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടെയുള്ള ഭേദഗതി. ഒന്ന്
കേവല ഭൂരിപക്ഷത്തോടെയുള്ള ഭരണഘടനാ ഭേദഗതി. 2 പ്രത്യേക ഭൂരിപക്ഷത്തോടുകൂടെയുള്ള ഭേദഗതി. 3 പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടെയുള്ള ഭേദഗതി. ഇതാണ് 3 തരത്തിൽ ഭരണഘടനയിൽ ഭേദഗതി വരുത്താനുള്ളത്. അപ്പോൾ ആദ്യത്തേത് കേവല ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതി എന്ന് വെച്ചാൽ ഭരണഘടനയിലെ ചില വകുപ്പുകളെ പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷം കൊണ്ട് ഭേദഗതി ചെയ്യാൻ പറ്റും. പാർലമെന്റിന്റെ ഇരുസഭകളും കേവല ഭൂരിപക്ഷത്തോടെ പാസാക്കുന്ന ഇത്തരം ഭേദഗതി ബില്ലുകൾ പ്രസിഡന്റ് അനുമതി നൽകുന്നതോടുകൂടി നിയമമാകുന്നു. ഭരണഘടനയുടെ ഈ ഭാഗം വളരെ അയഞ്ഞതാണ്. ഭേദഗതിയുടെ നടപടിക്രമവും വളരെ ലളിതമാണ്. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം, സ്ഥാനങ്ങളുടെ പേര്, അതിർത്തി എന്നിവയിൽ മാറ്റം വരുത്തുക, പൗരത്വം സംബന്ധിച്ച വകുപ്പുകൾ എന്നിവ ഇത്തരം ഭേദഗതിക്ക് ഉദാഹരണമാണ്. അപ്പോൾ താഴെ തന്നിട്ടുള്ളവയിൽ കേവല ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതിക്ക് ഉദാഹരണം ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഏതൊക്കെയാണ് കേവല ഭൂരിപക്ഷത്തോടു കൂടിയിട്ടുള്ള ഭേദഗതി? പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം, സംസ്ഥാനങ്ങളുടെ പേര്, അതിർത്തി എന്നിവയിൽ മാറ്റം വരുത്തുക, പൗരത്വം സംബന്ധിച്ചിട്ടുള്ള വകുപ്പുകൾ എന്നിവയാണ് കേവല ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതിക്ക് ഉദാഹരണം. അടുത്തത് പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതി. ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ മാറ്റം വരുത്താൻ പാർലമെന്റിന്റെ 2/3 ഭൂരിപക്ഷം അഥവാ പ്രത്യേക ഭൂരിപക്ഷം വേണം. പാർലമെന്റിന്റെ 2/3 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമാണ് ചില ഭാഗങ്ങൾ മാറ്റം വരുത്താനായിട്ട് പറ്റുകയുള്ളൂ. ഇരുസഭകളിലും ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളിൽ 2/3 ഭാഗം അംഗങ്ങളുടെ പിന്തുണയ്ക്കാണ് പ്രത്യേക ഭൂരിപക്ഷം എന്ന് പറയുന്നത്. ഇരുസഭകളിലും ഹാജരായിട്ട് വോട്ട് ചെയ്യുന്ന അംഗങ്ങളിൽ 2/3 ഭാഗം അംഗങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനെയാണ് പ്രത്യേക ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അടുത്തത് പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടുകൂടി പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടു കൂടിയുള്ള ഭേദഗതി. പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷം അതുകൂടാതെ തന്നെ പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടുകൂടിയുള്ള ഭേദഗതി. അതെന്താണെന്ന് വെച്ചാൽ ഭരണഘടനയിലെ ചില വകുപ്പുകൾ ഭേദഗതി ചെയ്യുന്നതിന് പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം എന്ത് വേണം? ഇന്ത്യയിലെ പകുതിയിലധികം സംസ്ഥാന നിയമനിർമ്മാണ സഭകളുടെ അംഗീകാരവും കൂടെ വേണം. പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷം എന്ന് വെച്ചാൽ 2/3 ഭാഗം പിന്തുണയ്ക്കണം. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പകുതിയിലധികം സംസ്ഥാന നിയമനിർമ്മാണ സഭകളുടെ അംഗീകാരവും ആവശ്യമാണ്. ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ ഭേദഗതി ചെയ്യാൻ പ്രയാസമാണ് എന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ ദൃഢമാണ്, ചിലത് ഭേദഗതി ചെയ്യാനായിട്ട് പാടാണ്. അപ്പോൾ അതിനെയാണ് ദൃഢമായത് എന്ന് പറയുന്നത്. അപ്പോൾ ഭേദഗതി ചെയ്യാൻ പറ്റുന്നതിനെ അയവുള്ളവ, ഫ്ലെക്സിബിൾ എന്ന് പറയും. അല്ലാത്തതിനെ ദൃഢം അല്ലെങ്കിൽ റിജിഡ് എന്നാണ് പറയുന്നത്. ഭരണഘടനയിലെ ഫെഡറൽ ഘടന, മൗലിക അവകാശങ്ങൾ എന്നിവ സംരക്ഷിക്കപ്പെടുന്നത് ഇതിലൂടെയാണ്. അപ്പോൾ ഭേദഗതി ചെയ്യാൻ പറ്റാത്തവ അല്ലെങ്കിൽ റിജിഡ് ആയിട്ടുള്ളത് ഏത് വരുന്നത്? മൗലിക അവകാശങ്ങൾ, ഫെഡറൽ ഘടന എന്നിവ റിജിഡ് ആയിട്ടുള്ള ദൃഢമായിട്ടുള്ള ഭരണഘടന വരുന്നതാണ്. ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട വർഷം 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ഭരണഘടനാ ഭേദഗതികളെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 368. ഭരണഘടനാ ഭേദഗതികളിൽ ഏറ്റവും വിവാദപരമായത് 42ാം ഭേദഗതിയാണ്. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതിക്കുള്ള നടപടിക്രമങ്ങൾ ഏതെല്ലാം? അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത് നടപടിക്രമങ്ങൾ? പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ഭരണഘടനാ ഭേദഗതി, പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ഭേദഗതി, പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടെയുള്ള ഭേദഗതി. പിന്നെ പറഞ്ഞു എന്താണ്? ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണെന്ന് പറഞ്ഞു. ആർട്ടിക്കിൾ 368 ഭേദഗതികളെ കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത്. ചില ഭാഗങ്ങൾ, ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ അയവുള്ളതാണ്, ഭേദഗതി ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഭേദഗതി ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ളതാണ് ദൃഢമായുള്ളത് അല്ലെങ്കിൽ റിജിഡ്. അതിന് എക്സാമ്പിൾ ആണ് എന്ത് പറഞ്ഞത്? മൗലിക അവകാശങ്ങൾ, അതുപോലെ തന്നെ ഫെഡറൽ ഘടന എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ +1 പൊളിറ്റിക്കൽ സയൻസിലെ ടെക്സ്റ്റിൽ വരുന്ന 10 ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള 9 ചാപ്റ്ററും നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള ഇതുപോലെയുള്ള ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ PDF ഞാൻ ടെലഗ്രാം ചാനലിൽ ഇട്ട് തന്നേക്കാം. ടെലഗ്രാമിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ലിങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളവരുണ്ടെങ്കിൽ ടെലഗ്രാമിൽ പോയിട്ട് PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിക്കോളും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക്
PDF ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിച്ച് പഠിക്കാവുന്നതാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ഇതുപോലുള്ള ക്ലാസ്സുകളുമായിട്ട് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ തീർച്ചയായിട്ടും +1-ൻ്റെയും +2-ൻ്റെയും ടെക്സ്റ്റ് ബുക്കുകളെല്ലാം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം ക്ലാസ് കണ്ട് പ്രയോജനപ്പെടുത്തുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്